ഇന്ന് നമ്മൾ ഈ മീറ്റിൽ എടുത്തിട്ടുള്ളത് ടെക്നിക്കൽ സെഷൻ അല്ല ശരിക്കും. സാധാരണ നോർമലി നമ്മൾ ചെയ്യാറുള്ളത് സെമിനാറുകളും വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഇതുപോലെ ആളുകൾ ഗ്യാദർ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള അതിനു വേണ്ടിയല്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഓരോ ദിവസവും നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ആസ് എ പാരന്റ് എനിക്കത് കാണുന്ന സമയത്ത് നല്ലോണം വെറീഡാണ്. അതേപോലെ ഇപ്പൊ ഒരു കമ്പനിന്റെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതും വെറീഡാണ്. ഇപ്പം ഇവരാണല്ലോ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഡെവലപ്പേഴ്സ് ആയിട്ട് വരാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മുടെ മക്കളും ഇപ്പം സൊസൈറ്റിയിലുള്ള എല്ലാവരും മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഡ്രഗിനും മറ്റുള്ളതിനും അഡിക്റ്റ് ആകുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി മാത്രം മാറി നിൽക്കില്ല. കാരണം അവന് വളരാനുള്ളത് ഇതേ സൊസൈറ്റി തന്നെയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് ശരിക്കും നല്ലോണം പാനിക്കാണ്, എല്ലാവരും പാനിക്കാണ്, നമ്മളും പാനിക് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് ശരിക്കും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇത് നമ്മളും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ IT ഫീൽഡിൽ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു പല സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിലും നമ്മൾ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ ഇൻവോൾവ് ആവാറുണ്ട്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ എൻ്റെ നാട്ടിലൊരു സ്കൂളുണ്ട്, ഞാനും കൂടെ ഭാഗമായിട്ടുള്ളൊരു സ്കൂളിൽ നമ്മളൊരു ഒരു പ്രോജക്റ്റ്, കുട്ടികൾക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പല സബ്ജക്റ്റ് എന്നുള്ള പ്രോജക്റ്റ്, റിസർച്ച് പ്രോജക്ട്സ്. നമ്മളതൊന്ന് ശരിക്കും മനസ്സിലാക്കിയത് ശരിക്കും നമ്മൾ തന്നെ ശരിക്കും ഞെട്ടുന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരുന്നു. കുട്ടികൾ അത്ര ആക്റ്റീവായിട്ട് അത് ഏറ്റെടുത്തു. 2 മാസം കൊണ്ട് അവര് നമുക്ക് പോലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ അവർ ആ റിസൾട്ടും കൊണ്ടുവന്നു. അപ്പൊ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ന്യൂസിന് അല്ലെങ്കിൽ ഇതിനുള്ള ഓരോന്നിനും നമ്മളും കൂടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളും അതിൽ ശരിക്കും ഭാഗമാണ്. നമ്മൾ സോഷ്യൽ ആനിമൽ ആണ്. നമുക്കറിയാം, ഇതിൽ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറിയിൽ സിന്തറ്റിക് ഡ്രഗുകൾ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ വെച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാവാം. നമ്മളെ പോലത്തെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് പൈസനോടുള്ള ആർത്തി കൊണ്ട് അവര് എന്തും വിൽക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ച് അവർ ലബോറട്ടറിയിൽ ഉണ്ടാക്കി അതിന്റെ സപ്ലൈസിനെ കണ്ടെത്തി അങ്ങനെയുള്ള തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. നമ്മളെ പോലത്തെ മനുഷ്യന്മാരനായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. മറ്റൊന്ന്, ഇത് വരുന്ന സമയത്ത് ഇതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ആസ് എ പാരന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന്റെ സൊല്യൂഷനും പ്രോബ്ലംസ് മനസ്സിലാക്കണം, സൊല്യൂഷൻസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആസ് എ സോഷ്യൽ ആനിമൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ സെഷൻ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി മൂസ ഷിഫയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ബിസിനസ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ്. പല സോഷ്യൽ ആക്ടിവിറ്റീസിനും സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പല കാര്യത്തിനും വളരെ ലീഡിംഗ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മൂസ ഷിഫ ഇതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഏതായാലും എന്നെ കേൾക്കാമോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? യെസ്. ഓക്കെ. ഏതായാലും കീബോർഡിന്റെ ടീമിനൊക്കെ നേരത്തെ പരിചയമുള്ളതാണ്. മൈസോണായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റില് മൈസോണിൽ ഇൻക്യുബേറ്റ് ചെയ്ത ഒരു കമ്പനികളിൽ ഒന്നാണ് കീബോർഡ്. ജവാദിനെയും നേരത്തെ തന്നെ പരിചയമുണ്ട്. തീർച്ചയായിട്ടും സമൂഹം ഇന്ന് എന്താ പറയാ, ലഹരിയുടെ ഒരു അതിപ്രസരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ലഹരി നേരത്തെ ഉണ്ട്, അല്ലെങ്കിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ട്സുകൾ നേരത്തെ നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരി, രാസലഹരി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരില് എനർജി സാധാരണഗതിയിൽ ഞങ്ങൾ ഇപ്പൊ ഈയിടെയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിൽ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ മദ്യപിക്കുന്നവര് അല്ലെങ്കിൽ നമ്മുടെ കഞ്ചാവ് പോലെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാല്, ഈ മദ്യം നമ്മളൊരു ഉപയോഗിച്ചു 1 2 ഉപയോഗിച്ചാൽ 3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അയാളെ കൊണ്ടുള്ള ശല്യം പിന്നെ ഉണ്ടാവില്ല. അതേ സമയത്ത് രാസലഹരി, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് എനർജി കൂടി വന്നിട്ട് അപ്പൊ നമുക്ക് ഈ ലഹരി, പിന്നെ സിന്തറ്റിക് ലഹരി ആകുന്ന സമയത്ത് നമ്മുടെ എനർജി കൂടുകയാണ് ചെയ്യുന്നത് ആളുകൾക്ക്. അപ്പൊ ആ എനർജി കൂടി അവരുണ്ടാക്കുന്ന, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് മാറുന്നു. പക്ഷെ ഇതിനേക്കാളൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നത് അല്ലെ പേടിപ്പെടുത്തുന്നത് വളർന്നു വരുന്ന തലമുറയിലെ ടീനേജേഴ്സ് നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകൾ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
നാം ഇപ്പോ അടുത്ത കാലത്തായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അപ്പൊ ഇവിടെ ഈ ഒരു സിനാരിയോയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടായി എങ്ങനെ ഇതിനെ നമുക്ക് പിന്നെ നേരിടാൻ പറ്റും, അല്ലെ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് കെയ്ബോട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലയിൽ റിസർച്ച് നടത്തുകയോ അതിൽ പ്രൊഡക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിൽ എന്ത് നമുക്ക് ഈ എന്താ പറയാ, നമ്മൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും ഇതിനെ എങ്ങനെ നമുക്ക് ഇതിനെ ഒരു നമ്മുടേതായ ഒരു രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ചിന്തകൾ വന്നു തുടങ്ങിയത്. ഏതായാലും ഇത്തരം ഒരു ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പ്രോഗ്രാമാണ് ഈ ഒരു വെബിനാറായിട്ട് മാറിയിട്ടുള്ളത്. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ ടീനേജേഴ്സിനോട് അവരുടെ പേരൻസിനോട് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും അതേപോലെ റിസ്ക്കും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തർക്കും ഓപ്പർച്യൂണിറ്റീസ് ആണ്. പണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ഉണ്ടാക്കുന്നതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ലെവലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് ലോകം ഒട്ടാകെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ലോകം ഒട്ടാകെ നമ്മുടെ കൈക്കുമ്പിളിലാവുന്ന രീതിയിലുള്ള ടെക്നോളജികൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത്തരം ഓപ്പർച്യൂണിറ്റികൾ ഉള്ള സമയത്ത് തന്നെ ഇത്തരം ഈ രാസലഹരി പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം, അല്ലെ അതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ടെക്നോളജികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ കുട്ടികളെ വഴിതിരിച്ചു വിടാൻ പറ്റുമെന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനർജി ഉണ്ട്. അത് കളിസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ എനർജി നമുക്ക് ബേൺ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അവർ ഇത്തരം തെറ്റായ നടപടികളിലേക്ക് പോകും. അപ്പൊ അതിനാണ് ഇത്തരം ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ, പുതിയ ടെക്നോളജി വരുന്നു, ജീവിതം മാറി വന്ന് സ്പീഡാവുന്ന ഈ സമയത്ത് നമ്മൾ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ എനർജിയെ നമുക്ക് എങ്ങനെ റൂട്ട് ചെയ്ത് വിടാം, ഇവരെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം. ഇവരിപ്പോ പലപ്പോഴും ഒറ്റപ്പെടൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യം കൊണ്ടോ ആയിരിക്കാം ഈ ലഹരിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് വഴിതിരിച്ചു വിടാം, എങ്ങനെ നമുക്ക് ഈ റിസ്കിനെ മറികടക്കാൻ പറ്റുമെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കണം. പേരൻസും അതുപോലെയുള്ള ഈ ടെക്നോളജി ടീംസ് ഒക്കെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാകൂ. അവയർനെസ് ആണ് നമ്മൾ ഈ ഇത്തരം പ്രോഗ്രാമുകൾ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവയർനെസ് ആണ്. ഈ അവയർനെസ് കൂടെ പിന്നെ ആക്ഷനിലേക്ക് പോയി ആക്ഷനിലൂടെയാണ് പിന്നെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം അവയർനെസ് പ്രോഗ്രാമുകൾ ധാരാളം സംഭവിക്കണം, അല്ലെങ്കിൽ നടത്തപ്പെടണം. ടെക്നോളജി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇപ്പോൾ സ്പോർട്സ് ആയിട്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും ടെക്നോളജി, എല്ലാ കുട്ടികളെയും ടെക്നോളജി ആകർഷിക്കില്ല. അവർക്ക് ചില കുട്ടികൾക്ക് സ്പോർട്സ് ആയിരിക്കും കൊണ്ടത്, വേറെ ചില കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചിത്രം വരക്കലായിരിക്കും കൊണ്ടത്. അങ്ങനെ ഏതാണോ നമ്മുടെ കുട്ടികളുടെ ഒരു കഴിവ് അത് കണ്ടെത്തി അതിലേക്ക് അവരുടെ എനർജിയെ തിരിച്ചുവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ രീതിയിലും ഓരോ രംഗത്തും പ്രവർത്തിക്കുന്ന സംരംഭകർ ഇതേപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഇത്തരം ആളുകളുടെ അഡിക്ഷൻ അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള നമ്മുടെ യുവത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ടീനേജേഴ്സിനെ അംബീഷൻ കൊണ്ട്, അവരുടെ പുതിയ തലമുറയെ ഒരു അംബീഷ്യസ് ആക്കിക്കൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ തലത്തിലേക്ക് ഇവരെ എനർജി വഴിതിരിച്ചു വിട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവട്ടെ. അത്തരം പ്രോഗ്രാമുകളോട് സഹകരിച്ചുകൊണ്ട് പാരന്റ്സിന് അവരുടെ കുട്ടികളെ കൃത്യമായി റൂട്ട് ചെയ്തുകൊണ്ട് അവരെ പുതിയ തലത്തിൽ ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകാതെ പ്രൊഡക്റ്റീവായ രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർക്കും കഴിയട്ടെ. ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് മുതിർന്ന കീബോർഡിനെയും അതിന്റെ ടീം അംഗങ്ങളെയും ഉത്തരണം പ്രശംസിച്ചുകൊണ്ട് എല്ലാവരുടെ പിന്തുണയും പോസിറ്റീവ് എന്റർപ്രനർഷിപ്പ് ക്ലബിന്റെ ഒരാളെന്ന നിലയിലാണ് എനിക്ക് ഇതിനായിട്ട് സഹകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ എപ്പോഴും എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ ഒക്കെ അനുഭവത്തോട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. ജവാദിന്റെ AI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ കുട്ടികളുടെ ഈ കഴിവിനെ നമുക്ക് AI റൂട്ട് ചെയ്ത് വിടാം, അല്ലെ അത് എത്തരം കോഴ്സുകളൊക്കെയാണ് അവർ ആകർഷിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഗെയിമിംഗ് പ്രോഗ്രാമുകൾ, അതുപോലെ റോബോട്ടിക്സ് പോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ എങ്ങനെ പിന്നെ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും പഠിപ്പിച്ചുകൊണ്ട് ഇവരെ നമ്മുടെ എനർജിയെ നമുക്ക് റീറൂട്ട് ചെയ്യാം എന്നുള്ള സെഷൻ ജവാദിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. അത്തരം പ്രോഗ്രാമുകളിൽ സഹകരിച്ചുകൊണ്ട് പേരൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക്സ് അലോട്ട് മൂസ ഷിഫ. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻക്ക് നമുക്ക് കടക്കാം. അത് ലീഡ് ചെയ്യുന്നത് ജവാദാണ്. ജവാദ് നമ്മുടെ കീബോർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 13 വർഷത്തിലേറെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ അപ്കോഡ് എന്ന് പറയുന്ന നമ്മുടെ ട്രെയിനിങ് ഡിവിഷന്റെയും ഡയറക്ടറാണ്. ജവാദ് ഞാൻ ഈ സെഷന് വേണ്ടി ക്ഷണിക്കുന്നു.
താങ്ക് യു ജാഫർ. ഹായ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ജാഫറും മൂസയും ഡീറ്റെയിൽ ആയി നമുക്ക് ഇനീഷ്യൽ കാര്യങ്ങൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എന്നെ കുറിച്ച് ഓൾറെഡി ജാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ജവാദ്, ഞാനും വൺ ഓഫ് ദ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ് കീബോർഡിൻ്റെയും അക്കോഡിൻ്റെയും. അതുപോലെ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നമ്മൾ 3 പേരും കൂടി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് കീബോർഡ്. അതിനുശേഷം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായി അപ്കോഡ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ കുറെ ആൾക്കാർക്ക് ടെക്നിക്കൽ സ്കില്ല് ട്രെയിൻ ചെയ്ത് അവരുടെ നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കാനും ഒരുപാട് സ്റ്റുഡൻസിനെയൊക്കെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റാനും നമുക്ക് പറ്റുന്നുണ്ട്. നമ്മുടെ 3 പേർ, ഞാനും ജാഫറും കൂടാതെ പിന്നെ സുജിത്ത്, നമ്മുടെ കീബോർഡിന്റെ CTOയും നമ്മുടെ അപ്കോഡിന്റെ ഒക്കെ ഫൗണ്ടറും കൂടിയാണ്. പിന്നെ അങ്ങനെ നമ്മൾ 3 പേരാണ് ശരിക്കും കീബോർഡ് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അപ്കോഡ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നിങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ ഇത് ഇപ്പം കുറെ ആൾക്കാരുണ്ട്, പിന്നെ ഓരോരുത്തരെയും നമുക്കറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞത്, വളരെ ഷോർട്ടായി പറഞ്ഞു. കൂടെ എങ്ങനെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ട്രെയിനിങ് ഡിവിഷനും ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഇനി നിങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, എല്ലാരെയും കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതില് കുറച്ച് ആൾക്കാർ ആരാണ് പെട്ടെന്നൊന്ന് ഒരു ജസ്റ്റ് ഏത് ബാക്ക്ഗ്രൗണ്ട് എന്താണ് എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി 1-2 ആൾക്കാരൊന്ന് ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആരാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ഹലോ. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഞാനൊരു സ്കൂൾ വർക്ക് ചെയ്യാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് കണ്ണൂർ വർക്ക് ചെയ്യണം. ഇപ്പോൾ യാത്രയിലാണ്, ട്രെയിനിലാണുള്ളത്. ട്രെയിനിലാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലഹരിക്കെതിരെയുള്ള നാടൊട്ടുക്കും പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണല്ലോ സാറേ. അപ്പോ ഇത് AI എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആകാംക്ഷയോടെ കേൾക്കാം. മീറ്റിംഗ് തുടങ്ങട്ടെ, കേൾക്കാം. ഓക്കെ, താങ്ക് യു. അബൂബക്കർ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. സുജിത്ത് ഒന്ന്, വേറെ ആണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആരാണ് വേറെ ആരാ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹലോ, അബ്ദുൽ ഖാദർ. ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, മലപ്പുറത്തൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങളെ ടോപ്പിക്ക് ഇപ്പോൾ റെലവൻ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും കൂടി ആധികാരികമായിട്ട് പുതിയ നോളജുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെടുക്കുന്നു സ്വാഭാവികമായിട്ടും കിട്ടുന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് അബൂബക്കർ എന്ന് പറഞ്ഞ ആളെ ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യും. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഈ സ്ക്രീൻ തന്നെയാണോ, എന്റെ സ്ക്രീൻ തന്നെയാണോ കാണാൻ പറ്റുന്നത്? ജാഫർ, നീ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? അപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വേറെ ആൾ ചെയ്തപ്പോ നീ ഒന്നുകൂടി ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പിന്നെ ഒരാളും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ 3 പേര് ഒന്ന് ഇൻട്രൊഡ്യൂസ്. വേറെ ആരല്ലേ? ഇപ്പൊ മനസ്സിലായി, പല പല കോണിൽ നിന്നുള്ള ആൾക്കാരും ഇതിലുണ്ട്. അപ്പൊ നമുക്കത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരാളും കൂടി. ജാസ്മിൻ ഫ്രം തിരുവനന്തപുരം. ലൈഫ് കോച്ചാണ്, ട്രെയിനറാണ്, ടീച്ചറാണ്, കലിഗ്രാഫർ എസ്പെഷ്യലി ഇൻ അറബിക് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഈ ടൈറ്റിൽ കണ്ടപ്പോ, ഇപ്പൊ ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ജാസ്മിൻ, ഈ ടൈറ്റിൽ കണ്ടപ്പോ എന്താണ് ശരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? എന്തിനെ കുറിച്ചുള്ള, എങ്ങനത്തെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും? അതായത് നമ്മളിപ്പോ ജെൻസി പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കൊടുത്തിരുന്നു. അപ്പോ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ. കാരണം നമ്മൾ എത്ര ക്ലാസ് കൊടുത്തിട്ടും ലഹരിക്കെതിരെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ടല്ലോ. ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ടോ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല.
ഇനി നമ്മൾ എത്ര ക്ലാസ് അങ്ങോട്ട് സംഘടിപ്പിച്ചാലും ചെയ്യാനുള്ളവരിത് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ നിയമവ്യവസ്ഥിതി അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ഒരു ഭയങ്കര ഫൺ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ടൈറ്റിൽ കണ്ടപ്പോ, ഈ ലഹരിക്കാലത്തെ പാരന്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? എന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായത്? മൊത്തത്തിൽ എല്ലാവരും ഒരു ക്യൂരിയോസിറ്റി, ഇതിൽ എന്തെങ്കിലും പുതിയ കുറെ കാര്യങ്ങൾ കിട്ടുന്നൊരു പെർസ്പെക്റ്റീവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവരും വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ പിന്നെ നിങ്ങളെ കുറിച്ച് പിന്നെ ഈ സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഞാൻ എല്ലാരോടും ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഷൻ മൊത്തം ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ക്വിക്കായിട്ട് ഒരു ഫോം, ഒരു ജസ്റ്റ് നിങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ഫോം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് പാരലലി നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ശരിക്കും നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്ന ന്യൂസുകൾ ഇതുപോലത്തെ കുറെ കൊലപാതകങ്ങളും, പിന്നെ ഇതുപോലെ വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും കുറെ കാര്യങ്ങൾ നമ്മൾ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇതുപോലത്തെ ന്യൂസസ് കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഡെയിലി ബേസിൽ പുതിയ ഇതുപോലത്തെ കൊലപാതകങ്ങളും അതുപോലത്തെ പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി കാണുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും അതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മെയിൻലി ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മേജർ ആയിട്ട് ഉള്ള ഇൻസിഡന്റിലും ഡ്രഗ് ആണ് ഒരു റീസൺ ആയിട്ട് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ് ഇതെന്താ കൂടുതലും ഇപ്പൊ ഡ്രഗ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നോർമൽ പോസിറ്റീവ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ഡ്രഗ് ഉണ്ട്, നമ്മുടെ പിന്നെ ചികിത്സക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. അതല്ലാതെ അബ്യൂസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ MDMA പോലെ, കാരണം MDMA പറയാൻ കാരണം ഏറ്റവും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ അതുപോലത്തെ അബ്യൂസ്ഡ് ഡ്രഗ് പിന്നെ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം മുന്നേ നമുക്കിപ്പം മറ്റുള്ള ഇപ്പം സിഗരറ്റ് ആയാലും കഞ്ചാവ് അതൊക്കെ ഭയങ്കര കുറച്ചും കൂടി നാച്ചുറൽ ഡ്രഗ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി സ്റ്റിമുലേറ്റഡ്, അതായത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ആൾക്കാര് ഡിസൈൻഡ് ഡ്രഗ് ആണ്. ഓക്കെ, ഇത് പിന്നെ എക്സ്റ്റസി എന്ന് പറയുന്ന ഒരു സ്റ്റിമുലന്റ് നോർമലി ആൾക്കാർക്ക് ഇപ്പോഴുള്ള ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഒരു വേറൊരു ലെവൽ എനർജിയും ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, പെട്ടെന്ന് അഡിക്റ്റഡ് ആകാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രഗാണ്. അപ്പൊ കോമൺലി ആൾക്കാര് ഇതിലേക്ക് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലും നമ്മളെ അടുത്തുനിന്നുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് അതിന്ന് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസും, അതുപോലെ പിന്നെ ക്യൂരിയോസിറ്റി ഇതെന്താന്ന് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. കാരണം കൂടുതലും നമുക്ക് ക്യൂരിയോസിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും മനുഷ്യന്മാർക്ക്. അപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ടാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി മറ്റുള്ള ഡ്രഗ്സ് പോലെയല്ല, ഇതൊരു ഡിസൈൻഡ് അല്ലെങ്കിൽ മാനുഫാക്ചർഡ് ഡ്രഗ് ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു ആൾക്കാരെ ക്വിക്കായിട്ട് അഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈവൻ ദോ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരും അതിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, നമ്മുടെ മൂവീസിലും മറ്റുള്ള മ്യൂസിക് കൺസേർട്സ്, ഇങ്ങനത്തെ ഒരു കൾച്ചറൽ, അങ്ങനെയുള്ള കൾച്ചറൽ രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഈ രീതിയിലൊക്കെയാണ് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരെ നേരത്തെ മൂസ പറഞ്ഞ പോലെ ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ഭയങ്കര മോശം, അല്ലെങ്കിൽ ഒരു വെള്ളടിച്ച് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന പോലത്തെ ഒരു ഫീൽ അല്ല ശരിക്കും ഇതിന് ഉള്ളത്. പകരം ഭയങ്കര എനർജി, ആൾക്കാരായിട്ടും ഭയങ്കര പോസിറ്റീവ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര പ്ലഷറും ഭയങ്കര എൻജോയ്മെന്റും, അതേപോലെ പിന്നെ എന്തെങ്കിലും സ്ട്രെസ്സിലുള്ള ആൾക്കാർക്ക് റിലീഫ് ചെയ്യാനും ഇതൊക്കെ പറ്റുന്നു. പിന്നെ കൂടുതലും നമ്മുടെ അത് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് ഇപ്പൊ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഏജ്
കഴിയുന്ന സമയത്ത് നോർമലി ഒരു റിബൽ ചിന്താഗതി നമുക്കിപ്പോ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഇതൊക്കെ വരുന്ന സമയത്ത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഇതൊക്കെയാണ് ശരിക്കും ആൾക്കാരെ ഇത് യൂസ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു, നല്ല ഹാപ്പിനെസ് അല്ലെങ്കിൽ ഭയങ്കര പ്ലഷർ കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവം വരുന്ന സമയത്ത് അതിന് പിന്നെയും യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അതിന് അഡിക്ഷൻ വരുന്നു. അപ്പൊ അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു റിവാർഡ്, നമ്മള് പിന്നെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഒരു റിവാർഡ് മീൻസ് എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിവാർഡ് കിട്ടുന്ന കണ്ടു കഴിഞ്ഞാല് ആൾക്കാരത് ചെയ്യാൻ വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അവര് വിചാരിക്കുന്നതാണ് ഇതൊക്കെയാണ് അതിന്റെ റിവാർഡ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. കാരണം ഇതുപോലത്തെ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അതേപോലെ ചെറിയ ഇപ്പൊ എക്സാംസിലൊക്കെ അതുപോലത്തെ വർക്കായാലും ഇപ്പൊ ഒരു സെയിൽസ് പോലത്തെ വർക്ക്, മറ്റുള്ള പ്രസന്റേഷൻ അല്ലെങ്കിൽ എക്സാംസ്, അതിലൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ ആ ഇൻസ്റ്റൻസിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. അതേപോലെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇതൊരു ഭയങ്കര ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതിന് കണക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യാൻ അതിനെക്കാട്ടിയും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഇല്ല. ആൾക്കാർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഏൺ ചെയ്യുന്നത് എങ്ങനെ? കൂടുതലും ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത ആൾക്കാർക്ക്, ഈ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്ത ആൾക്കാര് പിന്നീട് അതിന്റെ ഏജന്റുമാരാകും. അപ്പൊ ഏജന്റുമാരായ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ആൾക്കാരെയും കൂടി അതിലേക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് മൊത്തത്തിലുള്ള ഒരു പ്രോബ്ലം, കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരാനും ഇപ്പൊ അതെല്ലാം വരുന്നു. അതേ സമയത്ത് ഇവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് അതൊരു റിവാർഡായിട്ട് കണ്ടിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതേപോലെ കുറെ ആൾക്കാരായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു, സോഷ്യൽ കണക്ഷൻസ്. അതേപോലെ ഇപ്പം ഉള്ള കറണ്ട് പ്രോബ്ലംസ് വെറുതെ താൽക്കാലികമായിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പ്രോബ്ലം ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഫോർ എ ടെമ്പററി ഒരു റിലീഫ് കിട്ടാൻ എന്ന രീതിയിൽ. പിന്നെ ഇവര് ഭയങ്കരമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാര് ഭയങ്കര റെക്കഗ്നൈസേഷൻ കിട്ടുന്നു. പിന്നെ അതൊക്കെയാണ് ശരിക്കും പിന്നെ അവര് വിചാരിക്കുന്ന റിവാർഡ്. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റ് റിവാർഡാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് റിവാർഡ് കിട്ടുന്നതിന്റെ കാരണമുണ്ട്, പക്ഷെ അതിന്റെ പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു നമുക്ക് ഇതിന്റെ സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് ഇത്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ റിവാർഡ് കിട്ടുന്നതും അതെങ്ങനെയാണ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫാസ്റ്റ് ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഓക്കെ, ഈ നമുക്ക് ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് നമുക്ക് പിന്നെ ഈ ബ്രെയിനിന് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഫങ്ഷൻസും ശരിക്കും ചെയ്യുന്നത് ബ്രെയിനിന് ഓരോ സിഗ്നൽ കൊടുക്കുന്ന സമയത്താണ്. നമുക്കിപ്പോ ഹാപ്പി ആവണമെന്ന് പറയുന്ന സമയത്ത് ആ സിഗ്നൽ പോകുന്ന സമയത്താണ് ഹാപ്പി എന്ന്. അതിനെന്തെങ്കിലും ട്രിഗർ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സാഡ്, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു സംഭവം കണ്ടിട്ട് പേടിക്കുന്നതൊക്കെ, നമുക്കൊരു സംഭവം കാണുന്നു അപ്പൊ തന്നെ ബ്രെയിൻ ഇൻഫർമേഷൻ കൊടുക്കുന്നു, പേടിക്കാൻ ഉള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതിനുള്ള രീതിയിൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നു. അതെല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്. ഈവൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതായാലും ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തപ്പോഴാണ് ദേഷ്യം വരിക. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള അറിയുന്ന സമയത്താണ് അതിന്റെ ട്രിഗർ വരുന്നത്. അപ്പൊ ആ സമയത്ത് ബ്രെയിന് ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു, നീ ദേഷ്യപ്പെടിക്കേണ്ട സമയമായിരിക്കും എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിന് കണക്കായിട്ട് നമ്മുടെ മൊത്തത്തില് മുഖത്തും മറ്റുള്ള ബോഡി പാർട്സിലും എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുന്നത്. കാരണം ഒരാൾ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യാം. അതിനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ശരിക്കും ഈ സിഗ്നൽസ് വഴി, മെസ്സേജ് വഴിയാണ് ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ ഒരു സിഗ്നൽസ് പാസ് ചെയ്യുന്നുണ്ട് ബ്രെയിനിൽ. അപ്പൊ ഈ നോർമൽ ഇതിന് അതിനകത്ത് പെട്ട ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ പെട്ട കുറച്ച് സാധനങ്ങളാണ് സെറോട്ടിനും ഡോപ്പമിൻ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ന്യൂറോനെഫ്രിൻ, അതേപോലെ ഇതുപോലത്തെ
ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ നോർമലി ഇപ്പൊ ഒരാളുമായിട്ട് പെട്ടെന്ന് ഒരാളെ കാണുന്ന ഒരു ഹാപ്പി ആയിട്ട് ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതില് സെറോട്ടിൻ ഡോപ്പമിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ഹാപ്പി ആയിട്ടുള്ള ഒരു സാധനം കേൾക്കുന്ന സമയത്ത് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഈവൻ നമ്മൾ ഒരാളോട് ചിരിക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ്, അതുകൊണ്ടാണ് നമുക്കൊരു ഹാപ്പി ഫീല് കിട്ടുന്നത്. അതേപോലെ പിന്നെ നമുക്ക് നല്ല എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലഷർ കിട്ടുന്നതൊക്കെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സംഭവം, ആ സിഗ്നലാണ്. അതും ബ്രെയിനിന് ഇതേപോലെ പാസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡ് മെന്റൽ രീതിയിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ആ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സംഭവമാണ്. അത് ഇങ്ങനെയാണ് നോർമൽ സിനാരിയോയില് ഇത് നോർമൽ രീതിയിൽ മാത്രമാണ് ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രെയിനിൽ പാസ് ചെയ്യുന്നത് ഒരു നോർമൽ രീതിയിലാണ്. ഇപ്പൊ ഒരാളെ നമ്മൾ കുറെ കാലം കൂടി കാണുന്നു, അപ്പം പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റ്, ആ ഫീലിംഗ് എന്ന് പറയുന്നത് അതിന് ഇത്രത്തോളം മെസ്സേജ് അത്തരം രീതിയിലുള്ള ഒരു നോർമൽ രീതിയിലാണ് പാസ് ചെയ്യുക. നേരെ മറിച്ച് ഇതുപോലെ MDMA പോലത്തെ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് സെറോട്ടിനും ഡോപ്പമിനും ന്യൂറോപ്പനെഫ്രിൻ ഇതൊക്കെ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സെറോട്ടിനാണ് നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുന്നത്, മൂഡ് സ്വിച്ച് ചെയ്യുന്നതും മൂഡ് അതൊക്കെ ഹൈ ലെവൽ ഓഫ് മൂഡിലേക്ക് എത്തിക്കുന്നു സെറോട്ടിൻ. അതേപോലെ ഡോപ്പമിൻ ഹൈ പ്ലഷർ, ഭയങ്കരമായിട്ടുള്ള പ്ലഷർ, പിന്നെ വേറെ അതിന്റെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ അതുകൊണ്ട് തന്നെ ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് മെസ്സേജ് ആണ്. അതായത് ആക്ച്വലി ബ്രെയിനിന് ഇത്ര എനർജി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി ഇത്ര എനർജി ഇല്ലെങ്കിൽ പോലും പിന്നെ ആ എനർജി ഫേക്ക് ആയിട്ട് ഇപ്പം ഭയങ്കര എനർജി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ബ്രെയിനിന് പാസ് ചെയ്യുന്നു. അപ്പൊ ബോഡിയിൽ നമുക്കിങ്ങനെ ഒരുപാട് MDMA പോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോപ്പമിനും സെറോട്ടിനും ന്യൂറോപ്പനെഫ്രിനും ഇതൊക്കെ അമിതമായിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതെന്ന് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു ഇൻസ്റ്റൻസിൽ ഇതിന്റെ കേസിൽ ഒരു 6 hours ഒക്കെയാണ് പറയുന്നത്. ആ 6 hours ഇയാള് ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, ഇയാൾ ഭയങ്കര ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഹീസ് ഫിസിക്കലി ഫിസിക്കലി അയാൾ ശരിക്കും ബോഡി അയാൾ വീക്ക് ആണെങ്കിൽ പോലും പിന്നെ നമുക്ക് കിട്ടുന്ന സിഗ്നൽ, ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആണെന്നാണ്. അത് ഫേക്ക് സിഗ്നലാണ്. അപ്പൊ ആ ഫേക്ക് സിഗ്നൽ കൊടുത്തിട്ടാണ് ഇതിനെ ഭയങ്കര ഹൈപ്പായിട്ട് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റിവാർഡ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന, ആ മൊമെന്റിൽ ടെമ്പററി ആയിട്ട് കിട്ടുന്ന റിവാർഡാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഹൈ പെർഫോമിംഗ് ആയിട്ട് അവര് തോന്നുന്നു. അങ്ങനത്തെ രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം അത് ആ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവര് ഈ റിവാർഡ് മാത്രം ചിന്തിച്ചിട്ട് ആൾക്കാര് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡേഞ്ചറസ് വശങ്ങള് നമുക്കറിയാം, നമുക്ക് നോർമലി അറിയാം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ റിവാർഡാണ് ഭയങ്കര പ്രയോറിറ്റി ആയിട്ട് കാണുന്നുണ്ടാകും. അപ്പൊ ഈ ഒരു 3 to 8 hours കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഒരു നോർമൽ രീതിയിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ ഭയങ്കര വീക്ക് ആയിരിക്കും. കാരണം ഒരു പിന്നെ ബോഡി അത്ര സ്ട്രോങ് അല്ലാത്ത സമയത്തും അല്ലെങ്കിൽ വീക്കായ സമയത്ത് വരെ ഇയാൾ ഭയങ്കര എനർജിയും പെർഫോമൻസും പിന്നെ ഇതായത് കൊണ്ട് തന്നെ പിന്നെ ഒരുപാട് സെറോട്ടിൻ ഇതൊക്കെ യൂസ് ചെയ്ത്, അതായത് ഓൾറെഡി ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്ത സെറോട്ടിൻ ഇതുപോലെ പാസ് ചെയ്തിട്ട് ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിന്റെ ഒരു ലാക്ക് ഓഫ് ഈ ഹോർമോൺസ് വരുന്നതും പിന്നെ അതുപോലെ നോർമലി ബോഡി ടയർഡ് ആവുന്നതും എല്ലാം നോക്കിക്കഴിഞ്ഞാല് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ടയേർഡും പിന്നെ അത് ഡിസപ്പോയിന്റ്മെന്റും അതുപോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നു. അപ്പൊ എഗെയിൻ ഇത് പിന്നീട് എന്താ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വീണ്ടും അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ റിപ്പീറ്റഡ്, കാരണം അയാൾക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ടെമ്പററി റിലീഫ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും. അതുകൊണ്ടാണ് ഇത് വർക്കാവുന്നുള്ളത് നമുക്ക് തോന്നുന്നത്, ഈ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷെ അതേ സമയത്ത് അതിന്റെ ഡേഞ്ചറസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ രീതിയിലേക്ക് ചേഞ്ച് വരുന്നു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ
ഭയങ്കര ഡിപ്രഷനും അങ്ങനത്തെ രീതിയിലേക്കൊക്കെ പോയത്. അങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ്. അപ്പൊ അതുമൂലം ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇതില് ഒരുപാട് ഇമ്പാക്ട് ഉണ്ട്, സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്, ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ട്, അതുപോലെ അവരുടെ കരിയർ അല്ലെങ്കിൽ ഒരുപാട് ഇമ്പാക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അതില് ഹെൽത്ത് ഇമ്പാക്ട് നോക്കിയാൽ തന്നെ ഭയങ്കര ഹാർട്ട് പ്രോബ്ലംസും സ്ട്രോക്കും മെന്റൽ പ്രോബ്ലംസും പിന്നെ ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ അവസ്ഥയിലേക്ക് പോകുന്നതും പിന്നെ അത് യൂസ് ചെയ്യുമ്പോഴുള്ള റിസ്ക്, ഈവൻ മരിക്കാൻ പോലും കാരണമാവുന്ന രീതിയിലേക്ക് ഇതിന്റെ യൂസേജ്, ഇതിന്റെ ഹെൽത്ത് ഇമ്പാക്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഹെൽത്ത് ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈവൻ വളരെ ടെമ്പററി ആയിട്ട് കിട്ടുന്ന റിവാർഡ് നോക്കുമ്പോ പിന്നെ അതർ സൈഡ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ട്. അതേ സമയത്ത് കരിയർ ഇമ്പാക്ട് ഉണ്ട്. കാരണം ഇപ്പോ ഒരു ഇതുപോലെ യൂസ് ചെയ്യുന്ന പിന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഹയർ ചെയ്യും, ഒരു കമ്പനി ഹയർ ചെയ്യും. ഇപ്പൊ നിങ്ങളായാലും ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരാളെ ഹയർ ചെയ്യില്ല, ഓഫ് കോഴ്സ്. അതേപോലെ നമുക്കറിയാം, നമുക്ക് അറിയുന്ന ന്യൂസ് തന്നെ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് കമ്പനീസിന്ന് ആൾക്കാരെ ഫയർ ചെയ്യുന്നുണ്ട്, പിരിച്ചുവിടുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ട്? പിന്നെ അയാള് ഹയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവരത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അറിയുന്നുണ്ടാവില്ല. അതേസമയം പിന്നീട് അറിയുന്ന സമയത്ത് അവരെ ഫയർ ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതേപോലെ പിന്നെ അവർക്കായാലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു കൺസിസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ല ആളെപ്പോഴും ഒരുപോലെയല്ല. കാരണം മൂഡ് സ്വിങ് ആയിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ എനർജി ലെവല് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭയങ്കര ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനോ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അയാളെ കരിയറിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാകും. കാരണം ആരും ജോബ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ജോബ് തന്നാലും പിരിച്ചു വിടുന്നു. എന്നിട്ട് അയാൾക്ക് പ്രോപ്പറായിട്ട് ഒരേ രീതിയിൽ സ്റ്റേറ്റ് പോകാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇത് കമ്പനിയിൽ, ഇപ്പൊ ഒരു കമ്പനിയിൽ ഇതുപോലത്തെ ഒരാളുണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരെയും എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമ്പനീസ്, അതും ഒരു റീസൺ ആണ് കമ്പനീസിന് അങ്ങനെയുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഓഫ് കോഴ്സ് മറ്റുള്ളവർക്കും കൂടി ഇത് എഫക്ട് ചെയ്യുന്നു. അതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈവൻ ബിസിനസ് ആയാലും വർക്കായാലും നമുക്ക് ഒരുപാട് ലൈഫിൽ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും പല പല റെസ്പോൺസിബിലിറ്റീസും വരും. അപ്പൊ അതൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലത്തെ സോഷ്യൽ ഇമ്പാക്റ്റും കൂടി, അല്ലെങ്കിൽ ഫാമിലിയിലായാലും സോഷ്യലായാലും ഇതുപോലത്തെ ഒരുപാട് ഇമ്പാക്ട് ഇതിന് ഈ ഡേഞ്ചറസ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ആക്ച്വലി വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് റിവാർഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നു. അതേ സമയത്ത് ഇതിന്റെ ഡേഞ്ചറസ് സൈഡ് എന്ന് പറയുന്നത് ഹെൽത്ത് വൈസ് നോക്കിക്കഴിഞ്ഞാലും കരിയർ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഇമ്പാക്ട് ഇതിനുണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം സ്റ്റിൽ, ഓക്കെ. പക്ഷെ ബിക്കോസ് ഓഫ് ദിസ് ഇൻസ്റ്റന്റ് റിവാർഡ്, ഈ ഒരു ഇൻസ്റ്റന്റ് റിവാർഡ് കൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഒരു ഹാബിറ്റ്, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ശരിക്കും ഹാബിറ്റ്? അപ്പൊ ഇതില് കുറച്ച് നമുക്ക് നമ്മുടെ നെഗറ്റീവ് സൈക്കോളജിക്കലി നോളജ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ജനറലി കുറെ കാര്യങ്ങള് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അറിയാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിങ്ങനെയാണ് വർക്കൗട്ട് ആവാത്ത എന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും. അവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇങ്ങനത്തെ രീതിയിൽ സെഷൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് ശരിക്കും ഞാൻ പറഞ്ഞു ഇത് ആൾക്കാർക്ക് ഈവൻ ദോ ഇറ്റ് ഈസ് ഡേഞ്ചറസ്, ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ്? ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടുന്നത് കൊണ്ടാണ് അത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഹാബിറ്റ് എങ്ങനെയാണ് ശരിക്കും ഒരു നമ്മുടെ ലൈഫില് ഒരു ഹാബിറ്റ്, ഒരു സ്വഭാവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശരിക്കും ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം. അത് ശരിക്കും നമുക്ക് ഒരാളുടെ ലൈഫ് സ്റ്റൈലില് ഒരു ഹാബിറ്റ് എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഓഫ് കോഴ്സ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് എന്തായാലും വേണം. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ് വേണം. എല്ലാരും എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും രീതിയിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള റിവാർഡ് ഉണ്ടാവും. ആ റിവാർഡ് ചിലപ്പം നമുക്ക് ഫിസിക്കൽ റിവാർഡ് ആവും, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പോലത്തെ ഫീലിങ്സ് ആവാം. ഓക്കെ. അപ്പൊ റിവാർഡ് ഡെഫിനറ്റ്ലി വേണം. റിവാർഡ് മാത്രം ഉണ്ടായാൽ പോരാ. ഒരു ഹാബിറ്റ്, ഇതാണ് ഒരു ഹാബിറ്റ് ലൂപ്പ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരാള് ഒരു പുതിയൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈലിന് ഒരു സ്വഭാവം രൂപീകരിക്കുന്നത് ഈ രീതിയിലാണ്. ഒരു ഹാബിറ്റ് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. അതായത് ഒന്ന് ട്രിഗർ, പിന്നെ ഒന്ന് റുട്ടീന്, റിവാർഡ്. അപ്പൊ റിവാർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താ ഹാബിറ്റിന്റെ കേസിൽ? ഓക്കെ, ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാനുണ്ടാവുന്ന ട്രിഗർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഇപ്പൊ ലൈറ്റ് കത്തണമെങ്കിൽ, ലൈറ്റ് ഓൺ ആവണമെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടണം. സ്വിച്ച് ഇസ് എ ട്രിഗർ. അപ്പൊ സ്വിച്ച് ഇടുന്നതാണ് ട്രിഗർ. ആ സ്വിച്ച് ഇടുന്ന സമയത്ത് ലൈറ്റ് കത്തുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടക്കണം. ഇപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ എല്ലാത്തിനും ഓരോരോ ട്രിഗർ ഉണ്ടാവും. ഇപ്പൊ നമ്മള് പിന്നെ രാവിലെ എണീറ്റിട്ട് എല്ലാവരും പല്ലേക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ പല്ലേക്കുന്നത് എങ്ങനെയാണ് കൂടുതലും? അപ്പൊ രാവിലെ എണീക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ട്രിഗർ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? പല്ലേക്കും. അത് നമ്മളൊരു ഹാബിറ്റായി മാറിയതാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ ഏജ് എത്തുമ്പോഴും, ഓരോ സ്റ്റേജ് എത്തുമ്പോഴും പുതിയ പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാ നല്ലതും മോശമായിട്ടുള്ള ഒരു സാധനം എടുത്തു നോക്കിക്കഴിഞ്ഞാല് അതിന് ഒരു ട്രിഗർ ഉണ്ടാവും, ഒരു റുട്ടീൻ ഉണ്ടാവും. റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണോ ഒരു ചെയ്യേണ്ട ഒരു ടെംപ്ലേറ്റഡ് ടാസ്ക് ഉണ്ടാവും. അതായത് പിന്നെ ഇത് ഇങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ ബ്രഷ് ചെയ്യുന്നതായാലും ഡ്രൈവ് ചെയ്യുന്നതായാലും ഇതൊക്കെ ഒരു റുട്ടീനാണ്, ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്. ഓക്കെ, അതുണ്ടാവും. പിന്നെ അതിനൊരു ട്രിഗർ ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവാർഡ് ഉണ്ടാവും. ഈ 3 സാധനം കൂടിയിട്ടാണ് ഒരു ഹാബിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഏത് നല്ല ഹാബിറ്റും മോശം ഹാബിറ്റും എടുത്തു നോക്കും. ഇപ്പൊ ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് ഒരു ഹാബിറ്റായി, ഒരാൾക്ക് ഒരു ഹാബിറ്റ് ആവും. അപ്പൊ ആ സിഗരറ്റ് വലി ശരിക്കും അയാള് പിന്നെ ചെയ്യുന്നത് ഒരു റിവാർഡ് ഉണ്ട്. എന്താ റിവാർഡ്? എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. വലിക്കുന്ന സമയത്ത് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷെ പിന്നെ ആ സിഗരറ്റ് വലിക്കുക എന്നുള്ള പ്രൊസീജിയർ പിന്നെ അവർക്ക് പിന്നെ അറിയാം. അതാണ് റുട്ടീൻ. അത് ഒരു ടെംപ്ലേറ്റഡ് ആണ്. എപ്പോഴും ഒരേ രീതിയിൽ ടെംപ്ലേറ്റഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരേ രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേസമയത്ത് ട്രിഗർ ചിലപ്പം എന്തെങ്കിലും ഫുഡ് കഴിച്ച ഇതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആവാം. ഒരു ബാഡ് ഹാബിറ്റിന് ഒരു ട്രിഗർ ഉണ്ടാവും. അപ്പം എല്ലാ ഹാബിറ്റിനും ഒരു ട്രിഗർ ഉണ്ടാവും. അപ്പം ചിലപ്പം സിഗരറ്റ് വലിക്കാൻ ചിലപ്പോൾ ഫുഡ് കഴിച്ചതാവാം. ഫുഡ് കഴിച്ചു, അപ്പൊ അതാണ് അതിന്റെ ട്രിഗർ. അപ്പൊ സിഗരറ്റ് വലിക്കണം, എന്നിട്ട് വലിക്കുന്നു. അപ്പൊ റിവാർഡ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. പക്ഷെ അതൊരു ബാഡ് ഹാബിറ്റാന്ന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഹാബിറ്റാന്ന് പറയാൻ കാരണം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ അതിനെ കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ റിവാർഡ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതുപോലത്തെ ബാഡ് ഹാബിറ്റ്. ഇനി നല്ല ഹാബിറ്റ് നോക്കിക്കോ. ഇപ്പൊ പിന്നെ ഒരാള് നല്ലതും ഉണ്ടാവും, പിന്നെ നോർമലി ആൾക്കാർ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യും. ഓക്കെ, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി എക്സസൈസ്, രാവിലെ നടക്കാൻ പോകുന്ന തീരുമാനിച്ചു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു വിചാരിച്ചു. അപ്പൊ അത് ഹാബിറ്റാക്കി കൊണ്ടുവരണം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണം? ആ റിവാർഡ് കിട്ടണം. അപ്പൊ അയാൾക്ക് എന്തുണ്ട്? ഒരു ദിവസം നടക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ്, ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു മെന്റൽ ഫീലിംഗും ബോഡിയെല്ലാം ഒന്ന് സെറ്റായ പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് റിവാർഡ്. ഇനി ട്രിഗർ എന്ന് പറയുന്നത് രാവിലെ പിന്നെ ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്തൊരു ട്രിഗർ ഉണ്ടാക്കണം. ഏതൊക്കെ രീതിയിൽ? ഇപ്പൊ നമുക്ക് പിന്നെ അതിന്റെ ടൈമായി, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണോ ചെയ്യേണ്ട അതിന്റെ റുട്ടീൻ ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാ നല്ലതും മോശമായിട്ടുള്ള ഹാബിറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഹാബിറ്റ് ലൂപ്പിലേക്ക് ഒരു സാധനത്തിന് നമ്മൾ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഈ ലൂപ്പിലേക്ക് ഒരു സാധനത്തിന് കയറ്റി കഴിഞ്ഞാല് നമ്മളെ ബ്രെയിന് അത് ഓട്ടോമേറ്റ് ചെയ്യും. ബ്രെയിനിന് അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിപ്പോ പിന്നെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഒരു സാധനം ചെയ്താൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ ഡെയിലി ഓഫീസിലോ അല്ലെങ്കിൽ ഡെയിലി സ്കൂളിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഒരു പിന്നെ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുതിയ ഓഫീസിലേക്ക് മാറി, എന്നിട്ട് ആ ഓഫീസിലേക്ക് പോകുന്നത് ഇനീഷ്യലി നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവാം. അപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം പോയി കഴിഞ്ഞാല് പിന്നെ അത് എന്തായി? ഒരു റൂട്ടായി, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ്, ഇങ്ങനെയാണ് പോകുന്ന ബസ്, അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു റൂട്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകുന്ന ഒരു രീതി ആയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? അതിനെ പിടിച്ചിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും? ഓട്ടോമേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ബ്രഷ് ചെയ്യുന്ന ഇപ്പൊ ആരും ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഡ്രൈവ് ചെയ്ത്, ഇനീഷ്യലി നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ടായിരുന്നു ഡ്രൈവ് ചെയ്തത് പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമേറ്റ് ആയി. നമ്മള് പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി തുറക്കും. അതൊന്നും നമ്മൾ ഭയങ്കര
ഫുള്ളി ബോധത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡ്രൈവ് ചെയ്യുന്നു, അത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ക്ലച്ച് ഓട്ടുന്നു, ഗിയർ മാറ്റുന്നു, ആക്സിലേറ്റർ ഓട്ടുന്നു, ഇൻഡിക്കേറ്റർ ഓട്ടുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി അത് ഭയങ്കര എഫേർട്ടായിരുന്നു. പിന്നെ അതെന്ത് ചെയ്തു, ബ്രെയിൻ അതിനെ ഓട്ടോമേറ്റ് ചെയ്ത് വളരെ എഫേർട്ട് ഫ്രീ ആയി. എന്നിട്ട് പിന്നെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വേണമെങ്കിൽ ഫോൺ ചെയ്യുന്നു, പിന്നെ ചായ കുടിക്കുന്നു, അത്രയും ലെവലിലേക്ക് അതിനെ കൊണ്ടുപോയി. അപ്പൊ ഇതൊരു ഹാബിറ്റ് ആകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രെയിൻ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പം ഇന്ന് ഒരു ദിവസം ചെയ്യുന്ന കാര്യം മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓട്ടോമേഷൻ നടക്കുന്നില്ല എങ്കിൽ എല്ലാ കാര്യം ഇൻഡിവിജ്വലി പിന്നെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നടക്കില്ല. അങ്ങനത്തെ ഒരു പിന്നെ ഈ അൽഷിമേഴ്സ് പോലത്തെ അസുഖം വരുന്ന സമയത്ത് അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു ഓട്ടോമേഷന്റെ പാർട്ട് പിന്നെ മിസ്സാവുന്നത് അങ്ങനത്തെ രീതിയിലാണ്. അപ്പൊ ഹാബിറ്റ് ലൂപ്പ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണ് ബ്രെയിൻ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതുപോലെ തന്നെയാണ് ഡ്രഗിന്റെ ഹാബിറ്റും വരുന്നത്. അപ്പൊ ഈ ഡ്രഗ് മാത്രമാണോ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ്? എസ്പെഷ്യലി നമ്മൾ സ്റ്റുഡൻസിനെ കുറിച്ച്, നമ്മുടെ ഒരു ആസ് എ പാരന്റ് നമ്മുടെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പിന്നെ വരുന്നതാണ് എക്സസീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെ. ഭയങ്കരമായിട്ട് ഫുൾ ടൈം ഫോൺ, എന്റെ ഭയങ്കര ഫോണിലാന്ന് പറയും. അതേപോലെ ഭയങ്കര വീഡിയോ ഗെയിംസ് ശരിക്കും പറഞ്ഞാല് ഇതുപോലത്തെ ഈവൻ ദോ അത് പിന്നെ ഗെയിം ആണെങ്കിൽ പോലും അതില് റിയൽ ഒബ്ജക്ട്സ് വെച്ചിട്ട് കില്ല് ചെയ്യുന്നത് തന്നെയാണ് കൂടുതലും ഗെയിംസിൽ കില്ല് ചെയ്ത് വിൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കൂടുതലും കാണാറ്. അപ്പൊ അതേപോലത്തെ ഭയങ്കര മൂവി അഡിക്ഷൻ, വെബ് സീരീസ്, അതുപോലത്തെ അഡിക്ഷൻസ്, ഇതൊക്കെ ഓക്കെ. പിന്നെ അതുപോലെ മറ്റുള്ള നെഗറ്റീവ് ഹാബിറ്റ്സും നമുക്കറിയാം. അപ്പൊ ഈ ഫോൺ യൂസേജും ഇതുപോലത്തെ ഹാബിറ്റ്സ് വരാൻ കാരണം ഇതേപോലെ തന്നെയാണ്. ഒരു ഇൻസ്റ്റന്റ് റിവാർഡ്, ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്, പുതിയ റീലും പുതിയ കണ്ടന്റും കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കുന്ന സമയത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് മാത്രം. ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ആ ഒരു മൊമെന്റിൽ മാത്രമേ അതൊരു റിവാർഡ് ആയിട്ടുള്ളൂ. ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിവാർഡ് അല്ല. ഇപ്പൊ നമ്മളൊരു മൂവി, വെബ് സീരീസും അതുപോലത്തെ വെബ് സീരീസും അല്ലെങ്കിൽ ഗെയിംസും കളിക്കുന്ന സമയത്ത് അതൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും ഗെയിൻ ചെയ്യുന്നില്ല ആ സമയത്തുള്ള. അതേപോലെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയന്റെ അതായത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ലാതെ കൂടുതലും എന്റർടൈൻമെന്റിന് യൂസ് ചെയ്യുക, അതാണ് മേജർലി നടക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഈ ഫോൺ യൂസേജ് നോക്കി തന്നെ എല്ലാവരും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ആൾക്കാർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതുപോലത്തെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അതേ സമയത്ത് അത് ഭയങ്കര സിമ്പിൾ ആണ്, നമുക്ക് ഒരു പണിയും ഇല്ല. അപ്പൊ ആൾക്കാർക്ക് ചിലപ്പോൾ റിവാർഡ് കിട്ടുന്ന സാധനം തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആൾക്കാർ അത് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ മാറ്റി വെക്കും. പക്ഷെ ഇത് എന്ന് പറയുന്നത്, ഫോൺ യൂസേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് പിന്നെ സിമ്പിൾ ആയിട്ട് പിന്നെ എന്ത് ചെയ്യും, ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, അത്രേ പണിയുള്ളൂ. അപ്പൊ അതുപോലെ അത് ആ സമയത്ത് നമ്മൾ ശരിക്കും നമ്മളായാലും ഈവൻ ഫോൺ യൂസേജ് നമ്മളും കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മുടെ മക്കളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മളാദ്യം അവർക്കൊരു റോൾ മോഡൽ ആകുന്ന സമയത്താണ്. പക്ഷെ അതിന്റെ ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാല് ശരിക്കും ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഡ്രീം, സംവൺ എൽസ് വിൽ ഹയർ യു ടു ഹെൽപ്പ് ബിൽഡ് ദെയർ ഡ്രീംസ്. അതായത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ യൂസേജ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയാസ് നോക്കിക്കഴിഞ്ഞാല് അതിൽ ഒരുപാട് കണ്ടന്റ്, ഭയങ്കര എന്റർടൈൻമെന്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് പിന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കിട്ടുന്ന ഒരു പാർട്ട്. പക്ഷെ അതേ സമയത്ത് വേറെ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അവര് ശരിക്കും ഇതൊരു പ്രൊഫഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അവരത് പ്രൊഫഷനായിട്ട് നല്ല കണ്ടന്റും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തരുന്ന സമയത്ത് അതിനും അവരൊരുപാട് എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിയിലാണ് അവർ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവർക്ക് അതിന് ലോങ് ടേം റിവാർഡ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്കും ലൈഫിൽ എന്തൊക്കെയോ ആവണം, എന്തൊക്കെയോ അച്ചീവ്മെന്റ്സ് ഉണ്ട്, നല്ല കരിയർ ബിൽഡ് ചെയ്യണം, നമ്മുടെ സ്റ്റുഡൻസ് ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്, അതവിടെ മാറ്റി വെച്ചിട്ട് മറ്റുള്ള ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പോലത്തെ പിന്നെ ആൾക്കാര് ഭയങ്കര അവരുടെ ഡ്രീം എന്ന് പറയുന്നത് ഇതില് ഒരു സ്റ്റാർ ആവുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ള രീതിയിലേക്ക് വരുന്ന ആ ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. കാരണം
നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് നല്ല കണ്ടന്റ് നമുക്ക് കൊണ്ടു തന്നതിന് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടി അത് കാണുന്നു, ലൈക്ക് ചെയ്യുന്നു, അങ്ങനെ അവർക്ക് വേണ്ടി അതൊന്നും ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അതൊന്നും എൻകറേജ് ചെയ്യുന്നതോ അല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നതോ അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അതേ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള പാർട്ട് അവിടെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് മറ്റുള്ളവരെ ഡ്രീമിന് വേണ്ടി മറ്റുള്ള ആളെ കണ്ടന്റ് എൻകറേജ് ചെയ്ത് ഇങ്ങനെ വെറുതെ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത്രയും ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയും അതിന്റെയും അതിന്റെ ഒരു ഡേഞ്ചറസ് വശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ഹാബിറ്റ്സ്, ഈ ഡ്രഗ് അല്ലാതെ നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെന്താണ് സൊല്യൂഷൻ? ഇതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലല്ല ഞാൻ അങ്ങനെ പറയാനുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആധികാരികമായിട്ടുള്ള ഒരാളെന്നല്ല. പക്ഷെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് ഇതുപോലത്തെ നെഗറ്റീവ് ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് നമുക്ക് ഈ അവയർനെസ്, ഇപ്പൊ കുറെ ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ പ്രശ്നം ഇതാണ് എന്നുള്ളത് അറിയാം. അതായത് ലോജിക്കലി ചിന്തിക്കുന്നുണ്ടാവില്ല, ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാർക്കും ഒരു ഫ്ലോയിൽ പോകാനായിരിക്കും ഇഷ്ടം. അതാണ് സിമ്പിൾ. മറ്റുള്ളവർ നല്ല ഫോൺ യൂസ് ചെയ്യുന്നു, അത് അമിതം കൂടുതലും ആൾക്കാർ വെറുതെ ഒരു മൊമെന്റ് കിട്ടുന്ന സമയത്ത്, അതാണ് അതിന്റെ ട്രിഗർ. ഞാൻ ഇപ്പോൾ എവിടെയൊക്കെ പോയി ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഒരു മൊമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, ഫോൺ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ട്രിഗർ. അപ്പൊ ആ ട്രിഗർ അതിന്റെ ആ കിട്ടുന്ന ഇൻസ്റ്റന്റ് റിവാർഡ് ആണ്. അതിന് കുറെ നമ്മുടെ ടൈം വേസ്റ്റ് ആണ്, നമ്മളെ ഡ്രീം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണ് അത് എന്നുള്ള ആ ഒരു അവയർനെസ് നമുക്ക് മനസ്സിലാണ്. അതുപോലെ മറ്റുള്ള എന്തൊക്കെ ചെയ്യാന്നുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടണം. അതേപോലെ പോസിറ്റീവും ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം. ഇത് നെഗറ്റീവ് ഹാബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പിന്നെ ഇതേ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്നതാണ്, എല്ലാവർക്കും ഒരേ ടൈം ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിൽ റിവാർഡ് കണ്ടെത്തി, കാരണം അത് നമ്മൾ കണ്ടെത്തണം. അതൊരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ആയിരിക്കില്ല, ചിലപ്പം സിമ്പിൾ ആയിരിക്കാം. അതുപോലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് കണ്ടെത്തിയിട്ട് അത് ബിൽഡ് ചെയ്യണം, അത് ഹാബിറ്റാക്കി മാറ്റണം. അപ്പൊ എല്ലാവർക്കും പല രീതിയിലുള്ള ഹാബിറ്റ് ഉണ്ടാവും. ഇപ്പൊ അതിന് ഏതെങ്കിലും രീതിയിലുള്ള റിവാർഡ്, അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെന്റലി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഇതുണ്ടാവും, അല്ലെങ്കിൽ ഫിസിക്കലി കിട്ടുന്ന റിവാർഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിവാർഡ് കണ്ടെത്തിയിട്ട് ഈ നെഗറ്റീവ് ഹാബിറ്റ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് ഇപ്പൊ രാവിലെ ഒരാള് കിടന്നുറങ്ങുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് സമയം എക്സ്ട്രാ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ സമയം എന്ത് ചെയ്യാം, കുറച്ച് നല്ലൊരു ഹാബിറ്റ്സ് എക്സസൈസിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സമയം പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാം. അതിപ്പോ മൊബൈൽ യൂസ് ചെയ്ത് നമുക്ക് ഇത്ര ടൈം, നമ്മളെല്ലാവരും സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ടൈം പുതിയ സ്കിൽ എങ്ങനെ അക്വയർ ചെയ്യാം. ടെക്നോളജി ഈ ഒരു വശത്ത് ലഹരിയും ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെങ്കിലും അതേ സമയത്ത് ടെക്നോളജിയും മറ്റുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതൊക്കെ എങ്ങനെ പഠിക്കാം, അങ്ങനത്തെ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മക്കളെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ്സും സോഷ്യൽ മീഡിയ യൂസേജും വീഡിയോ ഗെയിംസും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംതിങ് വി ക്യാൻ ഗിവ്. കാരണം അത് എന്താവണം, എന്തെങ്കിലും വെറുതെ ഒരു സംഭവം നീ ചെയ്തു എന്നിട്ട് ഫോഴ്സ് ചെയ്യുന്ന രീതിയിലല്ല, അത് എന്താണ് അവരെ ഒരു ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാർ ആവാൻ, അവരുടെ സർക്കിളിൽ അവർക്ക് സ്റ്റാർ ആവുക എന്ന് പറയുന്നതാണ് ഈ ഒരു യുഗത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു സാധനം. കാരണം അതുകൊണ്ടാണ് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഞാൻ ഇവിടെ പോയി, ഞാൻ അത് ചെയ്തു, ഇതൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അത് മറ്റുള്ളവരും കൂടി അറിയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ മുന്നിൽ നല്ല രീതിയിലുള്ള സ്റ്റാർ ആവാൻ, അല്ലാതെ മറ്റുള്ള ഡ്രഗ് യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്ത് സ്റ്റാർ ആവുന്നതിന് പകരം നല്ല എന്തെങ്കിലും സംഭവം ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്റ്റാർ ആവും. അതേപോലെ ഈ ഡ്രഗ് വിറ്റിട്ട് ഏൺ ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും നല്ല സംഭവത്തിലൂടെ ഏൺ ചെയ്യുന്നത് കുറിച്ചിട്ട് ആവാം. അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇതുപോലത്തെ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചിന്തിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമുണ്ട്. അതുപോലെ
അവരുടെ സർക്കിളില് പിന്നെ സ്റ്റാർ ആവാനും അതേപോലെ അവർക്ക് ഏൺ ചെയ്യാനും ലോങ് ടേമിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു കരിയർ, അതായത് ഇൻസ്റ്റന്റ് ആയിട്ടും ലോങ് ടേം ആയിട്ടും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ അതിനെക്കുറിച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ടൈമാണ്. അതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, നെഗറ്റീവ് ഹാബിറ്റ്സ് ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അതില് നമ്മള് എപ്പോഴും നിങ്ങൾ ഒരാളും ഡിഫറെന്റ് ഫീൽഡിലായിരിക്കും ഞാൻ പറഞ്ഞു. അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് IT ഫീൽഡിൽ നിന്നായിരിക്കും അല്ലെ. നമ്മള് IT-യിലാണ് നമ്മളെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. നമ്മള് IT സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അതുപോലെ ടെക്നോളജീസും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അതില് പിന്നെ നമുക്ക് പറഞ്ഞുതരാൻ നമുക്ക് പറ്റും. അതുപോലെ മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാർക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതില് നമുക്ക് കുറച്ച് IT എന്നുള്ള ഓപ്ഷൻ നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറേഷന് പറ്റുന്ന കുറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഗ്ലോബൽ ആയിട്ട് നടക്കുന്ന ഭയങ്കര ടെക്നിക്കൽ ട്രെൻഡ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, എല്ലാത്തിലും AI വരുന്നു, പിന്നെ ഓരോ കുറെ കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യുന്നു, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു, റോബോട്ടിക്സും മറ്റുള്ള ഡാറ്റ സയൻസും ബ്ലോക്ക് ചെയിനും അതുപോലത്തെ ടെക്നോളജീസ് വരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് അതുപോലത്തെ AI റോബോട്ടിക്സ് പോലത്തെ ലേണിംഗിലേക്ക് അതുപോലത്തെ ടെക്നോളജിയിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് അതിന്റെ ഒരു പാഷൻ ബിൽഡ് ചെയ്യാം. അതേപോലെ പിന്നെ ചെറിയ ഏജിൽ തന്നെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിന് അഡിക്റ്റ് ആണ്, മറ്റുള്ളതിന് അഡിക്റ്റ് ആവുന്നതിന് പകരം ഇതുപോലത്തെ ഇപ്പൊ നമ്മൾ പറയില്ലേ ഭയങ്കര ടെക്കി അങ്ങനത്തെ രീതിയിലൊക്കെ വരുന്ന രീതി, അതിലും അവർക്ക് സ്റ്റാർ ആവാം, അവർക്ക് ഏൺ ചെയ്യാം, അവരെ റെക്കഗ്നൈസ് ചെയ്യും, അവരൊരു ഗോ ടു പേഴ്സൺ ആവാം. എങ്ങനെ? അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അവരെ കൊണ്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യത്തിന് എൻകറേജ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അവർക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷനും അതേ സമയത്ത് ലോങ് ടേമിൽ നല്ലൊരു കരിയറും നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് IT-യിലുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈവൻ സ്റ്റുഡന്റ് ആയാലും നമ്മളെപ്പോഴും സ്റ്റുഡന്റിനെ ബിഹൈൻഡ് അല്ലെങ്കിൽ ഒരു യങ് അവർക്കെല്ലാം അറിയാം അങ്ങനത്തെ രീതിയിലല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മള് മനസ്സിലാക്കണം ആസ് എ പാരന്റ്, അല്ലെങ്കിൽ നമ്മള് ഏത് ജനറേഷൻ ആയാലും ഇപ്പൊ നടക്കുന്ന ട്രെൻഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ അതിനെ നോക്കണം, അതായത് അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ AI-നെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് AI എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ ഇന്റലിജൻസ് എല്ലാവർക്കും അറിയാം. AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, ആർട്ടിഫിഷ്യലി ബിൽഡ് ചെയ്യുന്ന ഇന്റലിജൻസ്. അപ്പൊ അതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സിമുലേഷൻ ആണ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നമുക്കുള്ള ബുദ്ധി അതൊക്കെ മിമിക് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ മെഷീനിന് നമുക്ക് എന്ത് ബുദ്ധിയാണോ ഉള്ളത് അതേപോലത്തെ ബുദ്ധി പിന്നെ എന്ത് ചെയ്യുന്നു, മെഷീൻസിന് നമ്മള് പിന്നെ ട്രെയിൻ ചെയ്ത് ആ രീതിയിൽ ആക്കാൻ ശ്രമിക്കുന്നതാണ് ശരിക്കും AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പൊ മെഷീൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് അതില് ഈ ഹ്യൂമൻ ഇന്റലിജൻസ് അല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ മെഷീൻസിനും സോഫ്റ്റ്വെയർസിനൊക്കെയാണ് ഇന്റലിജൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നോർമലി ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ നോളജ് കുറെ സംഭവത്തിൽ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഓരോ കാര്യവും അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും ആ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നമുക്ക് നോളജ് മാത്രമല്ല ഉള്ളത്, നമുക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിയും കൂടി ഉണ്ട്. അപ്പൊ നോളജും ബുദ്ധിയും ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് കുറെ, കാരണം നോളജ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മള് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങള് ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഹ്യൂമൻ ലേണിങ്ങും പിന്നെ ഇതേപോലത്തെ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇതിനെ ഒരു മെഷീനെ സിമുലേറ്റ് ചെയ്തിട്ട് ഒരു മെഷീനെ അതുപോലെ ആക്കാൻ ശ്രമിക്കുന്നു. അതായത് ഹ്യൂമൻ എങ്ങനെയാണോ പിന്നെ ഒരു കാര്യം പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എങ്ങനെയാണോ എടുക്കുന്നത്, മുന്നേ എക്സ്പീരിയൻസ് എന്നുള്ള നോളജ് ആവാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞു കൊടുത്ത അറിവാം, അങ്ങനെ പല രീതിയിലും ഒരു മെഷീനെ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന് അങ്ങനെയുള്ള ഒരു ഇന്റലിജൻസ് ബിൽഡ് ചെയ്യാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നടക്കുന്നത്.
അപ്പൊ ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റോബോട്ടിക്സ് ആണ്. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് റോബോട്ട്സ് പോലത്തെ ഇതുപോലത്തെ ഡിവൈസസ് ബിൽഡ് ചെയ്തിട്ട് അതില് നമ്മുടെ ഈ ഇന്റലിജൻസ് AI ഇന്റലിജൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തിന് ആസ് എ ലൈക്ക് ഹ്യൂമൺ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഹ്യൂമൻ കുറെ കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വേറൊരു ഫീലിംഗ് ഒരു ടയർഡ്നെസ് ഒന്നും ഇല്ലാതെ കുറെ കാര്യങ്ങൾ റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ക്ലീനിങ്ങിനും മറ്റുള്ള കുറെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോബോട്ട്സ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ റെസ്റ്റോറന്റിലാണെങ്കിൽ സപ്ലൈ ചെയ്യാനുള്ള സപ്ലയർ ആയിട്ടുള്ള റോബോട്ട് ഉണ്ട്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താ ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ മുന്നേ ചെയ്യുന്ന സപ്ലയർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഒരു റോബോട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കുന്ന റോബോട്ട് ഒരു മെഷീനാണ്. അപ്പൊ അതിന് പക്ഷെ നോർമലി നമ്മൾ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് അത് ബുദ്ധിയില്ല, അത് ഇങ്ങനെ വർക്ക് ചെയ്യും. ഒരു സാധനം ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മെഷീൻ വർക്ക് ചെയ്യുന്നല്ലാതെ അതിന് ബുദ്ധിയില്ല. അപ്പൊ റോബോട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി അപ്ലൈ ചെയ്തിട്ട് ഇന്റലിജന്റ് ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്ന ഡിഫറെന്റ് ലാംഗ്വേജും സ്ലാങ്സും ഇതൊക്കെ പ്രോസസ് ചെയ്യുന്നതിലും, അതുപോലെ ഇമേജ് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളും ഇപ്പൊ നമ്മുടെ ഫോണിലായാലും മറ്റുള്ള മീഡിയാസിലായാലും നമുക്ക് ഇമേജ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ AI യൂസ് ചെയ്തിട്ട് കുറെ ഇമേജസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സാധനം കണ്ട ഒരു ആപ്പിളിന്റെ ഫോട്ടോ ഇത് ആപ്പിളാന്നുള്ളത് മനസ്സിലാക്കുന്നത് ഹ്യൂമൻ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലത്തെ ഡിഫറെന്റ് ഇമേജ് കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ട് AI ആ ഇമേജ് റെക്കഗ്നേഷൻ കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നത്. അതേപോലത്തെ കുറെ യൂസ് കേസ് ആണ് ശരിക്കും AI. ഇതിലൊക്കെയാണ് AI യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് AI എന്ന് പറയുന്നത്. അതിന്റെ യൂസ് കേസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവരും ChatGPT എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ജനറേറ്റീവ് AI, ഇപ്പൊ ഒരു ChatGPT പോലത്തെ AI അല്ലെങ്കിൽ ജനറേറ്റീവ് AI എന്ന് പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്തിട്ട് സംതിങ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റോ ഇമേജോ കണ്ടന്റോ എന്ത് വേണമെങ്കിലും കോഡോ എന്ത് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ആണ് നമ്മൾ ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. അതിൽ പെട്ട ടൂൾസ് ആണ് നമ്മൾ മുന്നേ കേട്ട ChatGPT, റീസെന്റ് ആയിട്ട് DeepSeek പോലത്തെ ഇപ്പൊ കുറെ ഗ്രോക്ക് എന്നെല്ലാം പറഞ്ഞ ഒരുപാട് ടൂൾസ് വന്നിട്ടുണ്ട്. അതേപോലത്തെ ടൂളാണ് അത്. ChatGPT കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഒരു ജെനയുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു OpenAI എന്ന് പറയുന്ന ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് 2022 നവംബറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ്. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളടുത്ത് ചാറ്റ് ബോട്ടാണ്, ഹ്യൂമൺ ആയിട്ടുള്ള ചാറ്റ് അല്ല, ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു മെഷീനുമായിട്ട് ചാറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ ഒരു കാര്യം നമുക്ക് പുതിയതായിട്ട് പഠിക്കണം, അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ അപ്പൊ അതിനുള്ള കണ്ടന്റ് ഈ ChatGPT എന്ന് പറയുന്ന ടൂളിന് ഒരുപാട് ഡാറ്റ കൊടുത്ത് ഇതേപോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രം ദ ബിഗിനിങ് നമ്മൾ ജനിച്ച് ഓരോ ഏജിലും ഓരോ ഡാറ്റ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ സ്കൂളിലെല്ലാം പറഞ്ഞേക്കുന്ന കുറെ ഇൻഫർമേഷൻ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അത് എക്സ്പീരിയൻസ് ഒന്നും കാണിച്ചു കൊടുത്തും പ്രാക്ടിക്കലായിട്ടും ബുക്കിലൂടെയും പല രീതിയിലും പഠിപ്പിക്കുന്നത് പോലെ ഇതേപോലെ ChatGPT എന്ന് പറയുന്ന ഒരു ടൂൾ OpenAI ഉണ്ടാക്കി അതിന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ക്യാൻ ജനറേറ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് എന്ത് കോഡും ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് GPT മാറും. അതാണ് ChatGPT എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കും അത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ChatGPT യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അതാണ് AI-ന്റെ ഒരു പാർട്ട്. അതേപോലെ റോബോട്ടിക്സിനെ ഓൾറെഡി പറഞ്ഞു, റോബോട്ട്സിനെ കുറിച്ചിട്ട് അതൊക്കെ നമുക്ക് നമ്മുടെ കിഡ്സ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചെറിയ പിന്നെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പിന്നെ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ ഇതുപോലത്തെ റോബോട്ടിന് ഉണ്ടാക്കുന്നതല്ല, ചെറിയ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഇൻക്ലൂഡിങ് ഇപ്പോ നമ്മുടെ ചെറിയ ഡിവൈസസ് ബിൽഡ് ചെയ്ത് ഇപ്പോ നമുക്ക് വീട്ടില് ഈ ഫാമിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം ക്ലീനിങ്ങിന് അതെല്ലാം റോബോട്ട് തന്നെയാണ് സ്റ്റിൽ. അത് നമുക്ക് പിന്നെ ഇതുപോലത്തെ റോബോട്ടിക്സ് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. AI കൂടി അപ്ലൈ ചെയ്യുന്ന AI-ന്റെ പിന്നെ ഇന്റലിജൻസും കൂടി പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന
ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ ശരിക്കും റോബോട്ടിക്സ് ഒക്കെ വളരെ ഏർലി സ്റ്റേജിലൊക്കെ ഏർലി സ്റ്റുഡൻസിനും അല്ലാത്തവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എയും റോബോട്ടിക്സും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മക്കളെ ഇതുപോലത്തെ എയും റോബോട്ടിക്സ് അതുപോലത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പൊ അതിന്റെ ഒരു ഹൈ, ഇപ്പൊ ഭയങ്കര ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ മക്കള് ഭയങ്കര ബിഹേവിയർ ആവും. കാരണം ഇതൊന്നും അറിയാത്ത ഒരാൾ, കാരണം മുമ്പത്തെ പോലെയല്ല ഇപ്പൊ ചേഞ്ചസ് വരുന്നത്. ചേഞ്ചസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മറ്റുള്ള ഈ നെഗറ്റീവ് ഹാബിറ്റ്സ് ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ പോസിറ്റീവ് ഹാബിറ്റ്സിലേക്ക് പിന്നെ നമ്മുടെ സ്റ്റുഡൻസിനെ, നമ്മുടെ ജനറേഷനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിലും റിവാർഡ് വേണമല്ലേ. അപ്പൊ കാരണം റിവാർഡ് ഇല്ലാതെ പിന്നെ ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ പഠിക്കുന്നത്, ഇപ്പൊ AI ആയാലും പിന്നെ റോബോട്ടിക്സ് ആയാലും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അപ്പൊ നമുക്ക് അതിലൊക്കെ കിട്ടുന്ന ഒരു വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഇതിൽ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഷോർട്ട് ടേം ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് ക്വിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ആ മൊമെന്റിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ട്രൈ ഔട്ട് ചെയ്തതിനെ അറിയാം. നമ്മളൊരു സാധനം വർക്ക് ചെയ്തിട്ട് അത് സക്സസ് ആകുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് നോക്കിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ആകുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അതുപോലത്തെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് എല്ലാ സംഭവത്തിൽ നിന്നും കിട്ടുന്നത്. അതേപോലെ പെട്ടെന്ന് ആൾക്കാർ, നമ്മുടെ മക്കൾ കുറച്ചും കൂടി നല്ല പിന്നെ നല്ലൊരു ഇതിലേക്ക് വരുന്നുള്ളൂ. ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, അവൻ എയും ഇതൊക്കെ ഇത്ര ചെറുപ്പത്തില് ഇത് പഠിക്കുന്നു, അങ്ങനത്തെ രീതിയിൽ നോട്ടീസ് ചെയ്യാനുള്ള ഇതുണ്ട്. അതേപോലെ അവരുള്ള കറണ്ട് സ്റ്റഡീസിൽ ബെറ്റർ ആവാൻ പറ്റുന്നു. അതേപോലെ നല്ല കോൺഫിഡൻസ്, അതായത് പ്രോബ്ലം സോൾവിങ്ങിൽ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്പം സ്റ്റുഡൻസ് പിന്നെ പാരന്റ്സ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഇതിനൊക്കെ ആൾക്കാരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഭയങ്കര ഫോഴ്സ് ചെയ്യുന്നതിന് പകരം അവരെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആക്കി, അല്ലെങ്കിൽ അതിനൊരു പാഷനേറ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതേ സമയത്ത് ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരിയർ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് ആവാൻ പറ്റും കുറച്ചും കൂടി. കാരണം ഇപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ നിന്ന് കാണിച്ച പിന്നെ ആളെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? അറിയില്ലേ? ആരാ പറയാ? എല്ലാരും മ്യൂട്ടാക്കി. അതെ, അപ്പൊ ആരാണ് അയാള്? നമുക്കിപ്പം ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആളാണ്. അയാള് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാള് അതേ സമയത്ത് പിന്നെ വളരെ ചെറിയ ഏജിൽ തന്നെ, നയൻത് ഏജിൽ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര വേൾഡിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള മാനാണ്. അത് എന്ന് പറയുന്നത് നമുക്ക് വേൾഡിൽ റിച്ചസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, അതേ സമയത്ത് നമുക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാനും പിന്നെ നല്ല ഒരു ഏൺ ചെയ്യാൻ പറ്റും, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരിയർ ബിൽഡ് ചെയ്യാം. അതേ സമയത്ത് മറ്റുള്ള ലഹരിന്റെ ബേക്കിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതേ സമയത്ത് നല്ല ഏൺ ചെയ്ത് നല്ല റെക്കഗ്നേഷൻ കിട്ടുന്ന പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരാളാവാന് ശരിക്കും ചെറിയ പ്രായത്തില് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവരെ ലീഡ് ചെയ്യേണ്ട റിവാർഡ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ആൾക്കാരെ പിന്നെ നമ്മുടെ മക്കളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോസിറ്റീവ് ഹാബിറ്റ്സ് ആകുമ്പോ ഈ നെഗറ്റീവ് ഹാബിറ്റ്സ് പോലെ നമ്മള് അതിനെ എഫേർട്ട് ഇടാതെ അതൊന്നും അങ്ങനത്തെ രീതിയിലൊന്നും വർക്ക്ഔട്ട് ആവില്ല. അത് ഭയങ്കര ഹാർഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പിള്ളേരെ പഠിക്കണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതേസമയത്ത് മറ്റുള്ള ഇതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യോ, മൊബൈൽ യൂസ് ചെയ്തോ, അല്ലെങ്കിൽ മറ്റുള്ള കളിക്കാൻ അങ്ങനത്തേനൊന്നും നമ്മൾ ഫോഴ്സ് ചെയ്യോ ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ സിമ്പിൾ ആണ്. ഓക്കെ, അത് നമുക്ക് ചെയ്യുമ്പോഴായാലും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴായാലും ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓക്കെ, ഒരു സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നത് പോലെ ഈസി അല്ല. എല്ലാ അച്ചീവ്മെന്റ്സും ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ സംഭവങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളായാലും അയാള് ഒരു 30 സെക്കൻഡ് റീൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് മാത്രം എഫേർട്ട് ഇടണം. ഒരുപാട് എഫേർട്ട് ഇട്ട് അതിന്റെ കണ്ടന്റ് ഒക്കെ
ക്രിയേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത്രയും ആൾക്കാരെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സാധനത്തിനും എഫേർട്ട് ഉണ്ട്. പക്ഷെ അത് തരുന്ന റിവാർഡാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പിന്നെ ഷോർട്ട് ടേമും ലോങ് ടേമിൽ തരുന്ന റിവാർഡ് ഉണ്ട്. ദാറ്റ് ഈസ് ബിഗ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് ഉണ്ട്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറെ പാരന്റ്സിനുള്ള കുറെ കാര്യങ്ങള് കൺസേൺസ് ഉണ്ടാവും. നമ്മുടെ മക്കൾ ഇതില് പിന്നെ ആർക്കും പറയാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം ഇതുപോലെ അടിപൊളിയാക്കി കൊണ്ടുവരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ നമുക്ക് കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രോബ്ലം? എല്ലാ പ്രോബ്ലംസിനും ആൻസർ പറയാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. എന്തൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്? ആരോ പറയാ? ഇതില് വലിയ വലിയ പൊസിഷനിലുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെ തോട്ട്സും കൂടി ശരിക്കും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ട്. അതായത് നമ്മൾ ഈ നെഗറ്റീവ് ഹാബിറ്റ്സ് ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസേജും ഇതൊക്കെ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം എല്ലാം പിള്ളേരെ മാറ്റിക്കണം, എന്നിട്ട് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം, അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യണം എന്നുണ്ട്. ഓക്കെ, പക്ഷെ കുറെ അത് പറ്റാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ അങ്ങനത്തെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചലഞ്ചസ് ഒന്നുമില്ല. നമുക്ക് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തൊന്നുമില്ലല്ലോ. പിന്നെ കുട്ടികളാണ്, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി പാരന്റ്സും കുറച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. കുട്ടി എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് ആ പാരന്റ്സിനും അറിഞ്ഞിരിക്കണം. പിന്നെ പല ആൾക്കാരും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നല്ലൊരു ഫോൺ ഉണ്ടാവില്ല, നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടാവില്ല, അങ്ങനെ ടെക്നിക്കലി ബുദ്ധിമുട്ടുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കാം. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പം ക്യാഷിന് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം. അപ്പൊ ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുത്ത് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ചില പാരന്റ്സിന് ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഉണ്ടാവാം. ഓക്കെ, ഗുഡ്. പിന്നെ വേറെ ഇതുപോലത്തെ കുറച്ച് ഇൻസൈറ്റ് തരാൻ പറ്റുന്ന ആൾക്കാർ ഇതിലുണ്ട്. ഓക്കെ, വേറെ? ഹായ് സർ. ഇപ്പൊ നമ്മള് എനിക്കൊക്കെ ചെറിയ മോനാണ്. അവനക്ക് ഒക്കെ പേഴ്സണലി എന്തെങ്കിലും ഒരു അബാക്കസ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ക്ലാസ് കൊടുക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ പേഴ്സണലി നമ്മൾ അവിടെ കൊണ്ടുവരേണ്ട കൺസ്ട്രെയിൻസ് ഉണ്ടാകും. ഇനിയിപ്പോ ഓൺലൈൻ ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടീന്റെ കയ്യിൽ ചിലപ്പോൾ ഒറ്റക്ക് ടാബ്ലറ്റ് കൊടുത്തിട്ട് വിടേണ്ട കേസ് വരും. നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമായിട്ട് ബിസി ആയിരിക്കും. അപ്പം ഇതിൽ തന്നെ ഈ കുട്ടി ഇരിക്കുവോ, അല്ല അത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവോ, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പം അതാണ് എൻ്റെ ഒരു കൺസേൺ. അതേപോലെ തന്നെയാണ് ആൾക്കാർ കൂടുതൽ മൊബൈൽ യൂസ്. അതായത് നമുക്ക് എപ്പോഴും പിള്ളേരെ ഇപ്പം അവരുടെ ബാക്കിൽ മാത്രം കൂടാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് മാത്രം നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ, അത് ഫുൾ ടൈം അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഫോണിലായാലും ടാബ് ഇതുപോലത്തെ ഗാഡ്ജറ്റ്സിൽ നമുക്ക് പാരന്റൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് കുറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല, കുറെ ആൾക്കാർ ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാരെ ഇവരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരെ ഒരു പിന്നെ ഇത് ചെയ്യുന്ന രീതിയിലല്ലാതെ നല്ല രീതിയിൽ നമുക്കൊരു പാരന്റൽ കൺട്രോള് കൊണ്ടുവരാൻ പറ്റും. ഏതായാലും ഇപ്പം ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും രണ്ടിലും നമുക്ക് പാരന്റ് ആയിട്ട് നമ്മളെ കുട്ടികളെ ഫോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു തൽക്കാലത്തേക്ക് ഒരു ഫോണ് പഠിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ചൈൽഡായിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് ആൾക്കാർക്ക് പിന്നെ അതിന്റെ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് ആൻഡ്രോയിഡിലും iOS-ലായാലും രണ്ട് ഫോണിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആസ് എ പാരന്റ് അവര് ഏത് ആപ്പ് യൂസ് ചെയ്യണം, ഏതൊക്കെ ആപ്പ് എത്ര ടൈം യൂസ് ചെയ്യാം, ലിമിറ്റ് ചെയ്യാം, അതൊക്കെ പിന്നെ അവരുടെ യൂസേജ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നു. അങ്ങനത്തെ രീതിയിൽ
ഒരു ഹൈ ലെവലായിട്ട് നല്ല രീതിയിലുള്ള ഒരു മോണിറ്ററിങ് പോസിബിൾ ആണ്. അത് അവരെ മൈക്രോ മാനേജ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന രീതിയിലല്ലെങ്കിലും അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള കേസസ് നോർമലാണ്. നോർമലി നമുക്ക് ഉണ്ടാവുന്ന ഒരു വറി തന്നെയാണ് ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുക. അപ്പൊ അത് ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. വേറെ പിന്നെ ഇതില് വേറെ പോയിന്റ് ഉള്ളത്, ഇപ്പം കുട്ടികൾക്ക് ഇപ്പൊ പൊതുവെ ഇത് ശരിക്കും ഇപ്പൊ നമ്മൾ റോബോട്ടിക്സിന്റെ എല്ലാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ശരിക്കും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ. എന്താണെങ്കിലും പഠിക്കുന്ന സമയത്ത് റോബോട്ടിക്സിൻ്റെതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇപ്പം ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളാണ് അവർ ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഔട്ട്പുട്ട് തീരെ ഇല്ലാതെ വെറും പിന്നെ ഇപ്പൊ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ മാത്രമേ കാണുന്നുള്ളൂ. ഔട്ട്പുട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ക്വിക്കായിട്ടും, ജസ്റ്റ് ഇത് വാച്ച് ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത് അതേപോലെ ഇപ്പൊ നമ്മൾ AI പഠിക്കാന്നുണ്ടെങ്കിൽ അത് വെച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. അത് നമ്മൾ പറയില്ല പൊതുവെ ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഡോക്ടേഴ്സിൽ മെജോറിറ്റി നല്ല ഡോക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ ചെറിയൊരു ശതമാനം കുറച്ചുകൂടി ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ സർജറി ആവശ്യമില്ലാതെ സർജറി സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടാവും. നമ്മളെന്താ ചെയ്യാറുള്ളത്? സെക്കൻഡ് ഒപ്പീനിയന് പോകും. അപ്പൊ നമ്മൾ ശരിക്കും അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാതെ അവർക്ക് വേണ്ടി എല്ലാം ബ്ലോക്ക് ചെയ്യാന്ന് പറയുന്നത്, അവർ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ മാർഗം കണ്ടെത്തും. അപ്പൊ അതിനേക്കാളും ബെറ്റർ അവരെ റീഡയറക്ട് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ ജവാദ് ഡിസ്കസ് ചെയ്ത പോലെ റിവാർഡ് നിർബന്ധമായിട്ട് എല്ലാവർക്കും വേണം. എല്ലാവർക്കും റിവാർഡ് വേണം. ആ റിവാർഡിന് വേണ്ടി ഇപ്പം ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലൊക്കെ എല്ലാവർക്കും റിവാർഡ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ചാൾസ് ദുഹിക്കിന്റെ ഒരു ദ പവർ ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ പറയുന്നുണ്ട്, ഒരു ഹാബിറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ ആ ഹാബിറ്റിന് ജനറേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ ആ ഹാബിറ്റ് ബിൽഡ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഭാഗം അത് പിന്നെ നമ്മൾ ഈവൻ ഇപ്പൊ നമ്മള് ഇപ്പം ഏജ് എല്ലാം ആയിട്ട് ചിലപ്പോൾ നമുക്ക് മെമ്മറി മറ്റ് പുതിയതായിട്ട് പഠിച്ച പല കാര്യങ്ങളും മറക്കുന്നുണ്ടെങ്കിലും ഹാബിറ്റിൻ്റെ അത് അവിടെ കിടക്കുന്നുണ്ടാവും. അതിനടുത്ത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് അവർ പറയുന്ന സൊല്യൂഷൻ അതിന്റെ മേലെ നല്ല ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവാർഡ് വേണം. കുട്ടികൾക്ക് നമ്മൾ നല്ല റിവാർഡ് ശരിക്കും കൊടുക്കാൻ പറ്റണം. റിവാർഡ് നല്ലത് അവർക്ക് കിട്ടണം. അപ്പൊ അവർ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫാമിലി ഗ്രൂപ്പിലും മറ്റുള്ളതിലൊക്കെ അത് നല്ലോണം സെലിബ്രേറ്റ് ചെയ്ത് സൊസൈറ്റിയിൽ ആൾക്കാർ അറിയട്ടെ, ആൾക്കാർ ഇവൻ ഇങ്ങനെയാണ്. എന്നിട്ട് അതിന് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര എൻജോയിങ് ആണ്. നമുക്കും എൻജോയിങ് ആണ്, കുട്ടികൾക്ക് എൻജോയിങ് ആണ്. അപ്പൊ അതെല്ലാം കിട്ടി, അതിനുവേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുത്ത് റിവാർഡ് കൊടുത്ത് കോമ്പറ്റീഷൻ നടത്തി അതിന് ലീഡ് ചെയ്ത് അങ്ങനെ ആളുകൾ അവന്റെ അടുത്തേക്ക് അത് പഠിക്കാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവന്റെ അടുത്തേക്ക് സംശയം ചോദിക്കാൻ വേണ്ടി വരുന്നു, സ്കൂളിൽ പോയ സ്റ്റാർ ആവുന്നു, കോളേജിൽ പോയ സ്റ്റാർ ആവുന്നു. അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരെ നമുക്ക് റീഡാക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് റിവാർഡ് കിട്ടും, നേരത്തെ കിട്ടിയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിവാർഡ് കിട്ടും. അപ്പൊ അവർക്ക് പുതിയൊരു ഹാബിറ്റ് അവരെ മേലെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് ശരിക്കും നമ്മൾ അതിന് എഫേർട്ട് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചെടുക്കണം, നമ്മൾ അതിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ബേസിക് കോൺസെപ്ഷ്യൽ നോളജെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എഫേർട്ട് ഇടാതെ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാനും കഴിയില്ല. ഓക്കെ 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 വേറെ ആരെന്തോ പറയുന്നുണ്ടായിരുന്നില്ല? ഓക്കെ. അപ്പൊ നമ്മള് അപ്പൊ ഇതില് മെയിൻ ആയിട്ട് കൂടുതലും പാരന്റ്സ് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളെ മക്കള് നമ്മളെ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്കും നമ്മള് പാരന്റിങ് ശരിക്കും ഒരു സംഭവം ലീഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് പാരന്റിങ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ലീഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് അങ്ങനെ പോയിക്കോളും എന്നുള്ള രീതിയിൽ കാണുമ്പോഴാണ് അത് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അതേ സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കണം. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഓരോ ഏജിലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് ഒരു റൂട്ട്. ഇപ്പൊ മക്കള് ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എന്റെ അഭിപ്രായത്തിൽ കുറെ കാര്യം റെസ്പോൺസിബിലിറ്റി പാരന്റ്സിന്റെ അടുത്തുനിന്ന്. കാരണം അവര് എങ്ങനെയാണോ ലീഡ് ചെയ്യുന്നത്, ഇപ്പൊ എക്സാമ്പിൾ അവർക്കൊരു മോഡൽ ആകാൻ പറ്റണം. ഇപ്പൊ അതിന് രണ്ടാൾക്കാർക്ക്, ഇപ്പൊ ജസ്റ്റ് ഒരാൾക്കല്ല, അതിൽ ഇപ്പം ഫാദറും മദറും ഉണ്ടെങ്കിൽ രണ്ടാൾക്കും അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ
അത് കുറച്ചും കൂടി അവരോട് ഓപ്പൺ ആയി, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ എപ്പോഴും എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്നതിന് പകരം അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വി ഷുഡ് ബി എ ഗുഡ് റോൾ മോഡൽ. അവർക്ക് നല്ലൊരു റോൾ മോഡൽ ആവാൻ നമുക്ക് പറ്റണം. എങ്ങനെ റോൾ മോഡൽ ആവുക? ഇപ്പൊ നമ്മൾ പൊതുവേ കാണുന്ന ഒരു സംഭവമാണ്, നമ്മൾ അവരോട് ചെയ്യാൻ പറയും പക്ഷെ നമ്മൾ ചെയ്യില്ല. ഇപ്പൊ നമ്മള് വായിക്കാൻ പറയും, നമ്മൾ പഠിക്കാൻ പറയും, അല്ലെങ്കിൽ വായിക്കുന്നതും എന്നൊക്കെ അവരോട് വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ മൊബൈൽ നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മൊബൈൽ നോക്കിയാൽ അവര് മൊബൈൽ നോക്കും. വളരെ ചെറുപ്പത്തിൽ നിന്നുള്ള ഒരു ശീലം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ തന്നെ ഇപ്പൊ വളരെ ചെറിയ കുട്ടി ആകുന്ന സമയത്ത് നമ്മള് കൂടുതലും ഫോൺ നോക്കുന്നതാണ് അവര് കാണുന്നതെങ്കിൽ അവര് ശരിക്കും നമ്മളെ പിന്നെ ഇത് ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇനി നിങ്ങൾക്കറിയാം ചെറിയ കുട്ടികളെ നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ ടൈമും ഫോൺ നോക്കിയിരിക്കുന്നതാണ് ആ കുട്ടി കാണുന്നതെങ്കിൽ ആ രീതിയിലാണ് വരിക. ഇനി കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കയറി റിബൽ ആയിട്ട് വരും. എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോ അവരോട് നല്ല എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു, എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ എന്നിട്ട് അവരെന്തെങ്കിലും തെറ്റുന്ന സമയത്ത് നമ്മളവരെ കുറ്റം പറയുന്നു. എന്നിട്ട് ഈവൻ മറ്റുള്ളവരെ മുന്നിലായാലും നമ്മളെ മക്കളെ കുറെ ആൾക്കാർ പിന്നെ നമ്മളെ കുറ്റം പറയാൻ തന്നെയാണ് ശ്രമിക്കുക. അങ്ങനെ പിന്നെ അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ പറയിക്കാനുള്ള ഇതുണ്ടാക്കുന്നു. അതേ സമയത്ത് അവര് വേറെ കുറെ നല്ല ചെറിയതായാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഈ അപ്രീഷിയേറ്റ് ചെയ്യാൻ പൊതുവെ ആൾക്കാർക്ക് മടിയാണ്. അപ്രീഷിയേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടൂളാണ്. അപ്പൊ ആൾക്കാരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ ഒരു ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് അപ്രീഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവത്തിന്റെ ലീഡറോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി റൺ ചെയ്യുന്ന ആളൊന്നും ആവണ്ട. നമ്മളെല്ലാവരും ലീഡറാണ്. ഓക്കെ, നമുക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സർക്കിൾ ഉണ്ട്. ഒന്നുകിൽ വെറും എൻ്റെ മക്കള് മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഫാമിലി സർക്കിൾ ആയിരിക്കും ഞാൻ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരാൾക്കും ഓരോ ഇൻഫ്ലുവൻസ്. നമ്മൾക്ക് ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാല് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഏരിയ. അപ്പം എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ടാവും. ഒരു മദറായാലും ആ വീട്ടിലത്തെ മക്കളെ കൂടുതലും ലീഡ് ചെയ്യുന്നത് അവരായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അവരെ കൂടുതലും ബ്ലെയിം ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ലത് കാണുന്ന സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഭയങ്കര പിശുക്കന്മാരാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതില് എത്ര കൂടുതലായാലും അതിനൊരു പ്രശ്നമൊന്നുമില്ല. എത്ര നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും, ഒരാളെ കുറിച്ച് എത്ര നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. അത് ഭയങ്കര നമ്മളങ്ങനെ അതില് ഭയങ്കര പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ചെയ്യണം. അതേപോലെ അവര് പറയുന്നതിനും വാല്യൂ, അത് ഈ കൺസിഡറേഷൻ എന്ന് പറയാം. അപ്പൊ ഇപ്പൊ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പിന്നെ നീ അടുക്ക്, നീ പറയണ്ടെന്നുള്ള രീതിയിലുള്ള കുറെ ടോണ്. ഓക്കെ, അപ്പൊ പിന്നെ ആ സമയത്ത് നമുക്ക് ആ കുട്ടിക്ക് ഓക്കെ എനിക്ക് വലിയ വാല്യൂ ഒന്നുമില്ല എന്നുള്ളൊരു ഫീലാണ് ശരിക്കും ഉണ്ടാകും. അതേ സമയത്ത് നമ്മൾ അവരുടെയും ഒപ്പീനിയനും അവരുടെ വാല്യൂസ് എല്ലാം അവർ പറയുന്ന പോലെ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. അവരെയും കൺസിഡർ ചെയ്യുക. ഒരാളെ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു വേറൊരു സംഭവമാണ്. അതായത് എല്ലാവർക്കും കൺസിഡറേഷൻ അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും എൻജോയ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ രീതിയിലുള്ള ഒരു പാരന്റ് ആയിട്ട് നോക്ക്, നമ്മള് ഒരു നല്ല റോൾ മോഡലായി നോക്കുക. അപ്പൊ പിന്നെ കുട്ടികളും ആ രീതിയിലേക്ക് ഒരു പരിധി വരെ വരും. അതേപോലെ നമ്മള് ആസ് എ പാരന്റ് പൊതുവേ ഉള്ളൊരു സംഭവമാണ്, എൻ്റെ കുട്ടിക്ക് മൊബൈൽ ഭയങ്കര അറിയാം, പിന്നെ എനിക്ക് അന്ന് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കായിട്ടാണ്, നമ്മൾ എന്ത് സംഭവം നോക്കിയിട്ടാണ് ഫെയിൽ ആയിട്ടുള്ളത്. നമുക്കിപ്പോ മൊബൈല് നല്ല സ്മാർട്ട് ഫോണും അതിലുള്ള ഓരോ ആപ്ലിക്കേഷന്റെ യൂസേജും അത് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾക്കാർ വിചാരിക്കും പിന്നെ ഇത് നമുക്ക് നോർമലി മക്കളെ കേസിൽ വരുമ്പോ അവര് ഭയങ്കര ഹെഡ്, നമ്മളെക്കാട്ടിയും ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ അവര് സംഭവം ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു മൊത്തത്തിൽ എന്താണ് നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ എഐനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത്. കാരണം എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, അതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത്
വേറെ എന്തെല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പഠിച്ച് വേറെ ആൾക്കാരോട് പറയുന്നതും വേറെ ആൾക്കാർ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തുള്ള കുറച്ച് നല്ല വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ വീഡിയോസും അതിൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ നോളജ് ഉണ്ട്. അത് നമ്മള് അതിന് പകരം നമ്മളും ആ രീതിയിൽ ഗ്രോ ചെയ്യണം. അതേപോലെ പിന്നെ അതിനെ കുറിച്ചും അതേപോലെ പാരന്റൽ കൺട്രോൾ ഞാൻ പറഞ്ഞില്ലേ, അത് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലുള്ള കണ്ടന്റ് ഉണ്ടാവും എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത്. അത് പക്ഷെ കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യല്, അതും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാ സാധനവും നമ്മള് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത്, ഡിപ്ലോമാറ്റിക് ആയിട്ട് മീൻസ് അവരെ ഒരു ഇതിനു വേണ്ടി കൺട്രോൾ ചെയ്യുന്ന രീതിയിലല്ലാതെ അവരെയും കൂടി ബെറ്റർ ആക്കാന്നുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ കുറച്ച് നോളജ് നമ്മൾ എന്തായാലും ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കുറച്ച് IT കുറിച്ച് നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ക്വിക്കായിട്ട് ജസ്റ്റ് പറയാം. IT ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT കരിയർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറെ അഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പൊ മറ്റുള്ള കരിയർ മറ്റുള്ള ഇൻഡസ്ട്രീനെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ല സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ആൾക്കാർ വീട്ടിൽ നിന്നും കുറെ ആൾക്കാരെ അവനിപ്പോ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്നും ഓഫീസിൽ പോകാതെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ സ്കില്ല് വെച്ചിട്ട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്. അതേപോലെ പിന്നെ ഇപ്പൊ ഗൾഫിലെല്ലാം വർക്ക് ചെയ്യുന്ന ഗേൾസ് എല്ലാം ആണെങ്കിൽ, അല്ല ഗൾഫിൽ സ്റ്റേ ചെയ്യുന്ന ഗേൾസ് ആണെങ്കിൽ അവിടെ നിന്നിട്ട് ഇവിടെ നാട്ടിലത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ കമ്പനി കീബോർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കരിയറാണ്. അപ്പൊ അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി പൈത്തൺ ഡെവലപ്പേഴ്സിനും AI ഡെവലപ്പേഴ്സിനും ഈ നൗക്കറി പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, പിന്നെ അതില് പിന്നെ നമുക്ക് നൗക്കറി എന്ന് പറയുന്നത് ഒരു ജോബ് ലിസ്റ്റ് ചെയ്യുന്ന, ജോബ് കണ്ടെത്താൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. അതേ സമയത്ത് നമുക്ക് അതിൽ എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കാണാൻ പറ്റും. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ AI ഡെവലപ്മെന്റിനും പൈത്തണിനും ഡാറ്റാ സയൻസിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് IT. അപ്പൊ അതില് നിങ്ങൾക്ക് നിങ്ങളെ ഒരു പിന്നെ കുട്ടികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവരുടെ സ്കില്ലും അവർക്ക് എന്തൊക്കെയാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയായിട്ട് ഫേസ് ചെയ്യുന്നത്, ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റുള്ളവർക്കും കൂടി പറയാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു പോള് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില പിന്നെ പോള് ഇപ്പം ഗ്രൂപ്പിലിടും. അപ്പൊ അതും കൂടി നിങ്ങൾ അതേ സമയത്ത് അറ്റൻഡ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ആൾക്കാര് പിന്നെ ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, അതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോളാണ്. അപ്പൊ നമ്മള് ആസ് എൻ IT കമ്പനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലത്തെ അവയർനെസ് ക്ലാസ്, അതായത് വെബിനാർസും സെമിനാർസും ആയിട്ട് പിന്നെ ഫ്രീ ആയിട്ടുള്ള കുറെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രീ ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീക്കിൽ ഒരാഴ്ചയോളം ഫ്രീ ആയിട്ട് മൾട്ടിപ്പിൾ ട്രെയിനിങ് നമ്മൾ അപ്കോഡിന്റെ പേരിൽ കുറെ സ്ഥലത്ത് നാട്ടിലും ഗൾഫിലെല്ലാം ആയിട്ട് പല പല സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ AI ബൂട്ട് ക്യാമ്പ്, AI ട്രെയിനിങ് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് AI മറ്റുള്ള ടെക്നോളജീസും ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യലുണ്ട്. ഇതേപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് കരിയറിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ വരുന്ന സമയത്ത് അതില് പിന്നെ കരിയർ കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അതേപോലെ പെയ്ഡ് ആയിട്ട് നമ്മൾ പിന്നെ ഇത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അതേപോലെ AI ഡാറ്റാ സയൻസിന്റെ ഒക്കെ കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ട്, വെക്കേഷൻ കോഴ്സസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ വെക്കേഷൻ കോഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് AI ബേസിക് AI ഡെവലപ്മെന്റ് കോഴ്സ് ഉണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. 8 മുതൽ 12ാം ക്ലാസ് വരെ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പിന്നെ AI ഡെവലപ്മെന്റ് കോഴ്സ് ഉണ്ട്. അതായത് റോബോട്ടിക്സിന്റെ കോഴ്സ് ഉണ്ട്. പിന്നെ വെബ് ഡിസൈനർ കോഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ വെക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന 2 മാസം കൊണ്ട് പഠിച്ച് സംതിങ് ട്രൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അതല്ലാതെ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇതല്ലാതെ സ്റ്റുഡൻസിനെല്ലാം നോർമലി കോളേജ് കഴിഞ്ഞവർക്കും കരിയർ ബ്രേക്കുള്ളവർക്കെല്ലാം ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും മൊബൈൽ ആപ്ലിക്കേഷനും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ ഒക്കെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. AI മെഷീൻ ലേണിംഗും പിന്നെ അതേപോലെ ഡാറ്റാ സയൻസ് കോഴ്സും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സും ഒക്കെ നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ആയിട്ടും അല്ലാതെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? അതിലില്ല. ഗ്രൂപ്പ് ഉണ്ട്. അന്ന് നിങ്ങള് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. മൂസാക്ക നേരിട്ട് അയച്ചു തന്നതാ എനിക്ക്. ഓക്കെ. അപ്പൊ അതില് ഗ്രൂപ്പ് ഉണ്ടാവില്ല അല്ലെ? പോസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഓക്കെ, ആക്ച്വലി ഒന്ന് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിലൊന്ന് ഷെയർ ചെയ്യും ചാറ്റ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മളെ ഇതേപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങള് ഡിസ്കഷനും അതുപോലെ പിന്നെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതുപോലത്തെ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ട് അവയർനെസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ആസ് എ IT കമ്പനി അപ്കോഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് നിങ്ങളെ കുട്ടികൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ സ്റ്റുഡന്റ് സർക്കിൾ, അവരുടെ സർക്കിളിൽ നല്ല സ്റ്റാർ ആവാം, അവരെ ബെറ്റർ പെർഫോമർ ആക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതെപ്പോഴും ചിന്തിക്കുമ്പോൾ ആൾക്കാര് ഇതൊക്കെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രം പറ്റുന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. പൊതുവെ എല്ലാരും പറയുന്ന അത് നമുക്കുള്ളതല്ല എന്നുള്ള രീതിയിൽ പൊതുവെ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്ന സമയത്ത് നമ്മളെ കേസായാലും നമ്മുടെ മക്കളെ കേസായാലും അതൊക്കെ വേറെ മറ്റുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കള് ഈ ഗാഡ്ജറ്റ്സും ഇതുപോലത്തെ യൂസ് ചെയ്യുന്ന സംഭവത്തില് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ രീതിയിലുള്ള പാഷൻ ബിൽഡ് ചെയ്യാന് ഒന്ന്, മക്കൾ ഓൾറെഡി അത്യാവശ്യം ടെക്നോളജി ആയിട്ട് അറിയുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ സംഭവവും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടെങ്കിൽ, ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒരു ആഗ്രഹമല്ല, ഭയങ്കര അതിയായിട്ടുള്ള ഒരു ആഗ്രഹം. നമ്മുടെ മക്കളെ നമ്മള് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജി പഠിപ്പിച്ച് അവരെ ഭാവിയിൽ ഒരു അടിപൊളി ആളാക്കണം എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണ്. കാരണം അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ അതിനുള്ള ഫെസിലിറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതേ സമയത്ത് അവർ നല്ല ഈ ഗാഡ്ജറ്റ്സിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി പഠിപ്പിക്കുന്നത് ഉറപ്പായിട്ടും പോസിബിൾ ആണ്. അത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതെല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ വെക്കേഷനിൽ മറ്റുള്ള സംഭവത്തിന് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും എന്തായാലും. ഇതല്ലെങ്കിൽ ഈവൻ അപ്കോഡുള്ള വെക്കേഷൻ കോഴ്സ് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അതേപോലത്തെ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ റോബോട്ടിക്സിന്റെയും AI ഒക്കെ അപ്കോഡുള്ള വെക്കേഷൻ കോഴ്സ്. പക്ഷെ അത് മാത്രമല്ലാത്ത പൊതുവേ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഏതെങ്കിലും രീതിയിൽ അവരെ പിന്നെ ഇത് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് ഡ്രഗ്സിനോടും അതേപോലെ ഓവർ സോഷ്യൽ മീഡിയ യൂസേജിനോടും നോ പറയിപ്പിച്ച് അവരെ നല്ല ഫ്യൂച്ചർ AI പോലത്തെ ടെക്നോളജി വെച്ചിട്ട് റോബോട്ടിക്സ് പോലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അവരുടെ ഫ്യൂച്ചർ ഈ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ വെക്കേഷൻ ശരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന വെക്കേഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസും ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ഒരു ജസ്റ്റ് മൊത്തത്തിലുള്ള ഈ സെഷന്റെ ഒരു ടേക്ക് അവേ നോക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡ്രഗ് യൂസേജിന്റെ ഇമ്പാക്ട്, അതേപോലെ സോഷ്യൽ മീഡിയന്റെ എക്സസീവ് യൂസേജ്, സോഷ്യൽ മീഡിയ വീഡിയോ ഗെയിംസ് പോലത്തെ അതിന്റെ യൂസേജ്, അതേപോലെ IT അതേപോലെ AI ടെക്നോളജീസിന്റെയും പോസിബിലിറ്റീസ്, എങ്ങനെ അവർക്ക് ഇതിന്ന് ഒരു കാരണം നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ട് ആ ഒരു പാർട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്തത്. അതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും, നല്ല എന്താണെന്ന് ബോധം ഉണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ വിചാരിക്കുന്നതാണ് ഇതെല്ലാം പറയേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കും. ഇപ്പൊ എല്ലാ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാല് ഒന്നുകിൽ ഒരു വലിയ കാരണവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു അറ്റ്ലീസ്റ്റ് ആസ് എ ഫാദർ അല്ലെങ്കിൽ മദർ ആ ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ സർക്കിൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി സർക്കിൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സ്കൂൾ ടീച്ചർ ആണെങ്കിൽ ആ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ, അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആരെങ്കിലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നമ്മുടെ സർക്കിളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അപ്കോഡ് ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഈ മൂവ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, റെസ്റ്റ്ലെസ് ആയിട്ട്, അതായത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കണം. അതിന് ഒരു ക്യാമ്പയിൻ കൊണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസോ, ലഹരി ഉപയോഗത്തിൽ ഭയങ്കര ഡിഫറൻസോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജിൽ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതുപോലത്തെ അവയർനെസ്സും ക്യാമ്പയിൻസും കൊണ്ട് നമുക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊന്ന് സേവ് ചെയ്ത് നല്ല ആൾക്കാരാക്കാൻ പറ്റും. അത് ജസ്റ്റ് നമ്മുടെ മക്കൾ എന്നല്ല, നമ്മുടെ ജനറേഷൻ, നമ്മുടെ മക്കളെ അതില്
നമ്മുടെ ജനറേഷനിൽ വരുന്ന എല്ലാ ആൾക്കാരെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ ആൾക്കാർക്ക് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് നമുക്ക് നടത്താൻ പറ്റും. അതേപോലെ ഗവൺമെന്റ്സിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. അതേപോലെ ഇത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മുടെ കുട്ടികളായാലും നമ്മുടെ ജനറേഷനെ ആയാലും പൊതുവെ ജെൻസി അത് ഭയങ്കര മോശമാണ് അങ്ങനെ ബ്ലെയിം ചെയ്തിട്ട് ആൾക്കാരെ അകറ്റി നിർത്തുന്നതിന് പകരം അവരെയും കൂടി കണക്ട് ചെയ്ത് ഈ അഡിക്ഷനും മറ്റുള്ള ഇതൊന്ന് ഒഴിവാക്കി കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്യാന് നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ റീഡയറക്ട് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ സെഷന്റെ ടേക്ക് അവേ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം, അതായത് എപ്പോഴും എല്ലാ സംഭവത്തിനും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും അല്ലെ. അപ്പൊ നല്ല അഭിപ്രായം ഉണ്ടാവാം, കുറച്ച് ഇമ്പ്രൂവ്മെന്റ്, മോശം എന്നല്ല, ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയുക. അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാം, അറിയുന്നവർക്ക് അത് ആൻസർ ചെയ്യാം, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളും ആൻസർ ചെയ്യും. ഓക്കെ, ആരാണ്? ആർക്കും ഒന്നും പറയാനില്ല? ആർക്കൊന്നും പറയാനില്ല? എല്ലാവർക്കും ഈ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ ഭയങ്കര പേടിയായിരിക്കും അല്ലെ. നിങ്ങൾ ആരും കാണുന്നുമില്ല, അറിയുന്നുമില്ല. പക്ഷെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറയാൻ പറ്റും. ഇതിപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ല ഇതിന് ഇമ്പ്രൂവ് ചെയ്യാണ്? കാരണം നമുക്ക് ഇനിയും ഇതുപോലത്തെ സെഷൻസോ മറ്റുള്ള കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സജഷൻസും നിങ്ങൾക്ക് പറയാം. അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. എല്ലാവരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ഇതൊക്കെ അറ്റൻഡ് ചെയ്യാം, കോൾസ്. അതേപോലെ ജാഫർ ഇവിടെ ചാറ്റിൽ കുറച്ച് ബുക്സ്, നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ്. അതൊക്കെ ചാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ അത് വേണമെങ്കിൽ നോക്കി വെക്കാം. കുറെ ആൾക്കാർ ലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും നമുക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? ജാഫർ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ ആ ഗ്രൂപ്പില് ഇതിൽ ലിങ്ക് അയച്ചിട്ടുണ്ട്, ഒരു ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ള, അന്ന് സബ്മിറ്റ് ചെയ്യാം. മറ്റൊന്നുള്ളത്, ഇതിൽ ശരിക്കും നല്ല പൊസിഷനിലുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ തോട്ട്സും കൂടി ശരിക്കും ഷെയർ ചെയ്യുകയാണെന്ന് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മതിനേക്കാളും കൂടുതലും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് ക്യാമ്പയിനിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നു. അതെ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. മറ്റൊന്നുള്ളത്, നമുക്ക് ശരിക്കും നമുക്ക് പറ്റാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സർക്കിളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമുക്കത് ഗിവ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാ ഒഴിവാക്കാം, നടക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മക്കള്, ഇനിയിപ്പോ എൻ്റെ മകനെ ഞാൻ നല്ല സേഫായിട്ട് വളർത്താന്ന് വിചാരിക്കാം, നാട്ടിലുള്ള മക്കള് ഡ്രഗിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാലും എൻ്റെ മകനും ഗ്രാജുവലി തന്നെയല്ലേ എത്തുക. കാരണം അവന് വലുതാവുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവില്ല, അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗിവ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഇല്ല. കീപ് ട്രൈങ്. ഇപ്പൊ എല്ലാവരും കീപ് ട്രൈങ്. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരിവൺ.